കർത്താവിന് മഹത്വം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പഠനമാണ് ഈ സെമസ്റ്ററിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസിന്റെ പ്രാരംഭ ഭാഗം, ഒന്നാം പാർട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതിൽ പഴയ സ്റ്റുഡൻസിന് അത് പഠിച്ചിരുന്നു, പുതിയ ആളുകളും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള പഠനമാണ്. എന്നാൽ നമ്മൾ പ്രധാനമായും ആക്ട്സിന്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം 13-ാം അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. എന്നാൽ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് അതിലെ വിഷയങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടും കൂടെ നാം പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. അറ്റൻഡ് ചെയ്യാതിരുന്ന ചില ആളുകളുണ്ട്, അവർക്കും കൂടെ പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വളരെ സമ്മറി ആയിട്ട് നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. അതൊരു യാത്രാ വിവരണവും കൂടിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഇല്ലായിരുന്നുവെങ്കിൽ ലേഖനങ്ങളിൽ കാണുന്ന പരാമർശങ്ങൾ പലതും എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു വിവരവും കിട്ടത്തില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം എങ്ങനെയാണ് ആദിമസഭ ഉളവായത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു അറിവും നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു ഈ പുസ്തകം ഇല്ലായിരുന്നു. അപ്പൊ ലേഖനങ്ങളിൽ കാണുന്ന ഉപദേശപരവും ചരിത്രപരവുമായ പരാമർശങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ധാരാളം ചരിത്രപരമായ പരാമർശങ്ങളുണ്ട്. വ്യക്തികളെ കുറിച്ചുള്ള സൂചനകളുണ്ട്, സംഭവങ്ങൾ പറയുന്നു, ഉപദേശപരമായ പല സൂചനകളും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവയുടെ എല്ലാം അടിസ്ഥാനപരമായ ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലാണ് ലഭിക്കുന്നത്. അപ്പം ലേഖനങ്ങളിലെ ചരിത്രവും ചരിത്ര സൂചനകളും അപ്പോസ്തല പ്രവൃത്തികളും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് പുതിയ നിയമത്തിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ക്രിസ്തു സഭയുടെ ആരംഭത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും, സഭയുടെ ആരംഭവും വളർച്ചയും എന്നുള്ള പ്രധാന പ്രമേയമാണ്, പ്രധാന വിഷയമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ സഭയുടെ ആരംഭ ചരിത്രം എന്നുള്ള നിലയിൽ ഇത് സഭയെ സംബന്ധിച്ച ഒരു അടിസ്ഥാനപരമായ രേഖയാണ്, വളരെ പ്രാധാന്യമുള്ള അടിസ്ഥാനപരമായ രേഖയാണ് അപ്പോസ്തല പ്രവൃത്തി. ഇപ്പോൾ ഈ മാരാമണ്ണ കൺവെൻഷൻ നടക്കുകയാണ്. 130-ാമത്തെ കൺവെൻഷനാണ് മാരാമണ്ണ നടക്കുന്നത്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് 1800-ന്റെ അവസാന ഘട്ടത്തിലാണ്. ആ സമയം സഭ കേരളത്തിൽ പെന്തക്കോസ്ത് സഭകൾ ഉളവാകുന്നതിന് മുമ്പാണ് മലങ്കര സഭയിൽ വലിയ നവീകരണം ഉണ്ടായി. അപ്പൊ നവീകരണം ഉണ്ടായി, അനേക ആളുകൾ കർത്താവിനെ അറിഞ്ഞു. പാരമ്പര്യ സഭകളിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ബോധവാന്മാരായി, ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുന്ന സംഘങ്ങൾ ഉണ്ടായി. അങ്ങനെ കല്ലിശ്ശേരി ഭാഗത്തുള്ള കടവിൽ മാളിക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 11 പിതാക്കന്മാരെന്നാണ് അവർ പറയുന്നത്. 11 ആളുകളും ഒരു കശീശ്, ഒരു അച്ഛനും, സുറിയാനി സഭയിലെ ഒരു അച്ഛനും കൂടെ ചേർന്ന് അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ടായി. അത് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു സഭയുടെ ചട്ടക്കൂടിനുള്ളിലായിരുന്നു. അവർക്ക് വളരെയധികം ആത്മപ്രവാഹം അവരിൽ ഉണ്ടാവുകയും സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചുമുള്ള വലിയ കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന മൂലം
ഒരു സുവിശേഷ സംഘം രൂപീകരിച്ചു. ആ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തുവാൻ തുടങ്ങി. പ്രാർത്ഥനാ യോഗങ്ങളും കൺവെൻഷനും ഒക്കെ നടത്തുവാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പമ്പ നദിയുടെ തീരത്ത് ഒരു വലിയ കൺവെൻഷൻ അവരെ ക്രമീകരിച്ചു. അപ്പൊ അന്ന് മാർത്തോമാ സഭയുടെ ഒരു ആരംഭഘട്ടമാണ്. മാർത്തോമാ സഭയുടെ ആരംഭഘട്ടമാണ്. വളരെയധികം പ്രതികൂലങ്ങളുള്ള ഒരു ഘട്ടമാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്നൊക്കെയുള്ള വലിയ പ്രതികൂലങ്ങൾ നേരിടുന്ന ആ ഘട്ടത്തിൽ തന്നെ അവര് സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് പോകും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രത്യേക സംഭവം ഞാൻ പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഈ കൺവെൻഷൻ ആരംഭിച്ച സമയം അവിടെ ഉണ്ടായിരുന്ന സുവിശേഷകരും സുജിൻ ബ്രദർ കയറിയായിരുന്നു അല്ലേ? ഞാന് സുജിൻ ബ്രദർ കയറാൻ താമസിച്ചത് കൊണ്ട് ഞാൻ പ്രത്യാശിനെയാണ് ഹോസ്റ്റ് ആക്കിയത് ചോദിച്ചിട്ട്. അപ്പൊ പ്രത്യാശ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സുജിൻ ബ്രദറിനെ കൂടെ ഹോസ്റ്റ് ആക്കിയേക്കാം. ഈ പ്രാവശ്യം അങ്ങനെ പോകട്ടെ, കാരണം ഞാൻ വെയിറ്റ് ചെയ്തത് കൊണ്ടാണേ. പനിയുടെ അസ്വസ്ഥ ഉണ്ട്. കുഴപ്പമില്ല. എന്നാൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ചെയ്യാറ്. ഞാൻ ഹോസ്റ്റ് ആക്കുവാണ്. അവര് അന്ന് ആ കൺവെൻഷൻ നടത്തിയപ്പോ അവർ ആ കൺവെൻഷന് കൊടുത്ത പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. അന്ന് പെന്തക്കോസ്ത് സഭകൾ ഇവിടെ ഇല്ല. മിഷണറിമാര് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അപ്പൊ പലപ്പോഴും അവരങ്ങനെയുള്ള ആ കാര്യങ്ങളെ മറച്ചു വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവര് പെന്തക്കോസ്ത് അനുഭവം ഉള്ളവരല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ചരിത്ര രേഖ പല സുവനീറുകളിലും മാരാമൺ കൺവെൻഷന്റെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പഴയ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെന്തക്കോസ്ത് കൺവെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ആരംഭിച്ചത്. അന്ന് പന്തലിലൊക്കെ വലിയ ആത്മപ്രവാഹവും വലിയ മാനസാന്തരത്തിന്റെ അനുഭവവും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് ആ കാലഘട്ടങ്ങളിൽ കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. സുവിശേഷത്തിന്റെ നൈർമല്യമായ ഉപദേശങ്ങളൊക്കെ ഇപ്പോൾ അധികം അങ്ങനെ ഇവിടെ മുഴങ്ങാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, പൂർവകാല ചരിത്രം അറിയുന്നത് ഓരോ പ്രസ്ഥാനങ്ങളുടെ ആരംഭം അറിയുവാൻ വളരെ സഹായിക്കും. അപ്പൊ ആഗോള ക്രൈസ്തവ സഭയുടെ ആരംഭം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തികളാണ് ചരിത്രത്തിന്റെ ഉരകല്ലായിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് സഭ ആരംഭിച്ചത്, എങ്ങനെയാണ് സുവിശേഷ പ്രഭാഷണങ്ങൾ ആരംഭിച്ചത്, എങ്ങനെയാണ് സുവിശേഷ വേല ആരംഭിച്ചത്, എങ്ങനെയായിരുന്നു സഭായോഗങ്ങൾ, എങ്ങനെയായിരുന്നു സഭാ ശുശ്രൂഷകന്മാർ, അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാമുള്ള വളരെ വ്യക്തമായ ചിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ നൽകുന്നത് കൊണ്ട് ഇത് സഭയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ആധികാരികമായ ചരിത്ര രേഖയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പുസ്തകത്തെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് വിളിക്കുന്നു എങ്കിലും അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും പ്രവൃത്തികൾ, ശുശ്രൂഷകൾ ഈ പുസ്തകത്തിലില്ല. നേരത്തെ നാം ഓർപ്പിച്ചതുപോലെ പത്രോസിന്റെയും പൗലോസിന്റെയും ശുശ്രൂഷകൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പരാമർശം മാത്രമേ ഉള്ളൂ, സൂചന മാത്രമേ ഉള്ളൂ. അപ്പൊ പത്രോസിന്റെ ശുശ്രൂഷയാകട്ടെ 12-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ വളരെ ചുരുക്കമായി മാത്രമേ നമുക്ക് പരാമർശിക്കപ്പെടുന്നുള്ളൂ, അദ്ദേഹത്തെ നാം കാണുന്നു. എന്നാൽ 13-ാമത്തെ അധ്യായം മുതൽ വിശുദ്ധ പൗലോസിന്റെ മിഷണറി യാത്രകളിലൂടെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലേക്കാണ് ഈ പുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാ അപ്പോസ്തലന്മാരുടെയും പ്രവർത്തികൾ, ശുശ്രൂഷകളല്ല, മറിച്ച് അപ്പോസ്തലന്മാരിൽ ചില ആളുകളുടെ മാത്രം ശുശ്രൂഷകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് ഇതിനെ പ്രവർത്തികളുടെ പുസ്തകം എന്നാണ് ആദിമസഭ വിളിച്ചു വന്നത്. പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികൾ എന്നുള്ള പേരിലാണ് പരമ്പരാഗത സഭകളിലും ചില കാനൂനുകളിലും ഒക്കെ ഈ പുസ്തകത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ പ്രവർത്തികളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ, പ്രവർത്തികൾ, പ്രവർത്തികളുടെ പുസ്തകം, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ഇങ്ങനെ അറിയപ്പെടുന്നെങ്കിലും ഈ പുസ്തകം അപ്പോസ്തലിക കാലത്തെ, 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലിക കാലത്തെ വിശ്വാസികളുടെ പ്രവർത്തികളായി കാണാം. കാരണം ഇത് അപ്പോസ്തലന്മാരുടെ മാത്രം ശുശ്രൂഷയായിരുന്നു. ഇത് ശുശ്രൂഷകന്മാരുടെയും ഡീക്കന്മാരുടെയും അതുപോലെ സാധാരണ വിശ്വാസികളുടെയും ഒക്കെ ഉള്ള ഒരു വലിയ ശുശ്രൂഷയായി നമുക്ക് ആദിമസഭയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാവുന്നത് കൊണ്ട് ഇത് കാലഘട്ടത്തിലെ ആദിമസഭയിലെ അപ്പോസ്തലിക കാലത്തെ വിശ്വാസികളുടെ പ്രവർത്തികൾ എന്നും ഈ പുസ്തകത്തെ വിളിക്കാം എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകത്തിൽ ഉടനീളം ഇത് വിശ്വാസികളുടെ പ്രവർത്തികളാണ്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണ് എന്ന് ഒക്കെ നാം പറയുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ ആദ്യോടന്തം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നാം കാണുന്നത്. അപ്പോസ്തലന്മാരെയും ഡീക്കന്മാരെയും സുവിശേഷകന്മാരെയും വിശ്വാസികളെയും പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കുകയാണ്. അപ്പൊ എല്ലാ അധ്യായങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണും. ആദിമസഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലുമായി. അതുകൊണ്ട് ഈ പുസ്തകത്തെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ന് വിളിക്കുന്നതാണ് ഉചിതം എന്നാണ് വേദാപണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. അതുപോലെ തന്നെ ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രവൃത്തിയാണ് എന്ന് ഒരു പേരുണ്ട്. കാരണം സുവിശേഷങ്ങളിൽ നാം കാണുന്നത് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിന്റെ ജഡത്തിലെ പ്രവർത്തികളാണ്. ജഡത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് താന് മനുഷ്യനായി ജീവിച്ച കാലഘട്ടത്തിലെ പ്രവൃത്തി. അങ്ങനെയാണെങ്കിൽ പ്രവർത്തികളുടെ പുസ്തകം യേശുക്രിസ്തുവിന്റെ ആത്മാവിലുള്ള പ്രവൃത്തിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആത്മാവിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളാണ് ഈ പുസ്തകത്തിൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ പ്രവൃത്തികൾ എന്ന് നമുക്ക് ഈ പുസ്തകത്തെ പരിഗണിക്കാം. ഈ പുസ്തകത്തിന് പേര് കൊടുക്കാം. ഈ പുസ്തകം 2 വാല്യങ്ങളുള്ള ഒരു രചനയുടെ രണ്ടാമത്തെ പുസ്തകമാണ്. അത് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ശ്രീമാനായ തെയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം എന്തിനെ കുറിച്ചായിരുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും ഒരാളൊന്ന് വായിക്കണേ. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അപ്പോ ലൂക്കോസ് പറയുന്നത് ഇവിടെ തെയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചരിത്രം ഈ എഴുത്തുകാരൻ എഴുതി. അതും തെയോഫിലോസിനെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. അവിടെ പറയുന്നു, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അപ്പൊ ഇനി അതിന്റെ തുടർച്ചയാണ് പറയാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷക്കാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട്
നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. അപ്പം തെയോഫിലോസിന് ലഭിച്ചിരിക്കുന്ന ഉപദേശത്തിന്റെ നിശ്ചയം ഉണ്ടാകേണ്ടതിന് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായും ക്രമമായും പരിശോധിച്ച ശേഷമാണ് ഇത് എഴുതുന്നത്. അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ചരിത്രരേഖകളും എല്ലാ സാക്ഷിമൊഴികളും എല്ലാ മറ്റ് ഉറവിടങ്ങളും രേഖകളും ഒക്കെ പരിശോധിച്ച ശേഷമാണ് വളരെ സൂക്ഷ്മമായി ഈ ഒരു ചരിത്ര രചനയിലേക്ക് എഴുത്തുകാരൻ പ്രവേശിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലരും എഴുതാൻ തുനിഞ്ഞിരിക്കുന്നു, ചിലർ എഴുതുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ സത്യസന്ധമായ വസ്തുതകൾ നിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് എഴുതുന്നത് എന്നാണ് ലൂക്കോസ് പറയുന്നത്. അതുകൊണ്ട് ലൂക്കോസ് തന്നെയാണ് ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയത്. ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് ഇത് എഴുതിയത്. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരനെ കുറിച്ചുള്ള തർക്കങ്ങൾ പലതും 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദിമസഭ വിശ്വസിച്ചു വരുന്നത് വൈദ്യനായ ലൂക്കോസ്, സുവിശേഷകനായ ലൂക്കോസ് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകവും എഴുതിയത് എന്ന് തന്നെയാണ്. അതിന് മൊററ്റോറിയൻ കാനോൻ എന്ന് പറയുന്നത് 1740 കണ്ടുകിട്ടിയ, ഞാൻ പറഞ്ഞതായിരുന്നു നേരത്തെ, മിലാനിൽ നിന്ന് കണ്ടുകിട്ടിയ ഒരു കാനോനാണ് മൊററ്റോറിയൻ കാനോൻ. ഈ മൊററ്റോറിയൻ കാനോൻ അപ്പോസ്തല പ്രവർത്തികളുടെ ഗ്രന്ഥകർത്താവ് ലൂക്കോസ് ആണെന്ന് വ്യക്തമാക്കുന്നു. അപ്പം അത് വളരെ പഴക്കമുള്ള ഒരു കാനോന്. അതുപോലെ ഒരു സർവസമ്മതനായി പിന്നീട് സർവസമ്മതനാകാതിരുന്ന ഒരു വ്യക്തിയുണ്ട്, മാർസിയോൺ ഒരു ദുരുപദേശകനായി. മാർസിയോൻ അതുകൊണ്ട് സഭ അദ്ദേഹത്തെ അകറ്റി നിർത്തി. പക്ഷെ അദ്ദേഹം 140 ഒരു കാനോൻ ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാനോനിൽ പൗലോസിന്റെ ലേഖനങ്ങളും ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പുസ്തകങ്ങളെ ഒന്നും അദ്ദേഹം താൻ നിർമ്മിച്ചെടുത്ത കാനോനിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അപ്പം അദ്ദേഹം ഒരു വിമർശകനും അല്പം ദുരുപദേശം പ്രചരിപ്പിച്ചവനുമായിരുന്നു എങ്കിലും അദ്ദേഹം പോലും അംഗീകരിച്ചിരുന്ന കാനോൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാനോനിൽ പോലും ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും ആധികാരികമാണ് എന്ന് സ്വീകരിച്ചിരുന്നു. പിന്നീട് 130 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഐറേനിയസ്, 150-215 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ ക്ലെമന്ത്, 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജീവിച്ചിരുന്ന ഒറിഗൺ, അതുപോലെ തന്നെ ലാറ്റിൻ സഭാപിതാവായിരുന്ന തെർത്തുല്യൻ, ഇവരൊക്കെ ഈ കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള തർക്കം നമുക്ക് ആവശ്യമില്ല. പിന്നീട് ഈ തെയോഫിലോസ് ആരാണെന്നുള്ളതാണ് നമുക്കുള്ള ഒരു പ്രശ്നം. തെയോഫിലോസ് ഒരു മാന്യനായ റോമൻ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കണം. കാരണം റോമാക്കാര് ക്രൈസ്തവ സഭയെ വളരെയധികം സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായി. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കരുത്, അവര് രാജ്യസ്നേഹമുള്ളവരും ദൈവസ്നേഹമുള്ളവരും മനുഷ്യസ്നേഹമുള്ളവരും ആണെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ഈ റോമൻ ഉദ്യോഗസ്ഥനോട് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് എഴുതുന്നതെന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. അപ്പൊ ഇദ്ദേഹം ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശ്രീമാനായ തെയോഫിലോസ് എന്ന് വിളിക്കുന്നത്. അന്ന് ആ കാലങ്ങളിൽ റോമൻ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വളരെ ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്ന പൂജക പദമാണ് ശ്രീമാനായ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഒരു റോമൻ ഉദ്യോഗസ്ഥൻ, ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം. അദ്ദേഹത്തിന് ഈ പുസ്തകം എഴുതി സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് റോമൻ ചക്രവർത്തിയും മറ്റ് ആളുകളും ഒക്കെ അറിയുവാനുള്ള സാധ്യതയുണ്ടാകും എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ക്രൈസ്തവരൊരിക്കലും റോമാ സാമ്രാജ്യത്തിന് ഭിന്നതയുണ്ടാക്കുന്ന അപകടകാരികളായ വ്യക്തികളല്ല എന്ന് അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി റോമൻ ഉദ്യോഗസ്ഥനായിരുന്ന ഉന്നത അധികാരിയായിരുന്ന തെയോഫിലോസ് എന്ന വ്യക്തിക്ക് ഇത് എഴുതി എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം.
രണ്ടാമത്തെ അഭിപ്രായം, തിയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തി ആയിരിക്കാം. കാരണം നിനക്ക് ലഭിച്ച വാർത്തയുടെ നിജസ്ഥിതി അറിയേണ്ടതിനെന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വാർത്ത ലഭിച്ചിട്ടുണ്ട്, സുവിശേഷം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു വിശ്വാസത്തിൽ വന്ന ഒരു റോമാക്കാരനായിരുന്നിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് എഴുതി എന്ന് നമുക്ക് ചിന്തിക്കാം ന്യായമായി. മൂന്നാമത്തെ അഭിപ്രായം, തെയോഫിലോസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? തെയോസ് എന്നും ഫിലൈൻ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് തെയോഫിലോസ് ഉണ്ടാകുന്നത്. തെയോഫിലോസിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ്. തെയോസ്, തെയോളജി, തെയോസ് എന്ന് പറഞ്ഞ ദൈവം. ഫിലേയോ, ഫിലേയിൻ എന്ന് പറഞ്ഞാൽ സ്നേഹം. ഫിലേയിൻ എന്ന് പറഞ്ഞ സ്നേഹം. അപ്പൊ സ്നേഹത്തിന്റെ ഗ്രീക്ക് പദത്തിൽ ഒരു പദമാണ് ഫിലേയിൻ, ഫിലേയോസ്, ഫിലേയിൻ. അപ്പം തെയോഫിലോസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നതെന്നും അതൊരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ച് സാങ്കല്പികമായ ഒരു പദം അവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അഭിപ്രായവും അതിനകത്തുണ്ട്. നാലാമതായിട്ടുള്ള അഭിപ്രായം, തെയോഫിലോസിനെ സംബന്ധിച്ച് ഒരു ട്രഡീഷൻ നിലനിൽക്കുന്നു. അടിമക്കച്ചവടം നിലവിരുന്ന കാലഘട്ടം ആയിരുന്നു ഈ ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്ന ആ കർത്താവൊക്കെ ജീവിച്ചിരുന്ന, പൗലോസൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ ഈ ലൂക്കോസ് എന്ന് പറയുന്ന ആള് ഒരു റോമക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. അപ്പൊ ഈ വൈദ്യനായിരുന്നു അദ്ദേഹം, റോമക്കാരനായിരുന്നെങ്കിലും ഈ തെയോഫിലോസ് എന്ന് പറയുന്ന ആളിന്റെ അടിമയായിരുന്നു. തെയോഫിലോസിന്റെ അടിമയായിരുന്നു ലൂക്കോസ് എന്നാണ് പാരമ്പര്യം. അപ്പൊ തെയോഫിലോസിന് ആ കാലഘട്ടത്തിൽ ഒരു വലിയ രോഗം വരികയും ഈ ലൂക്കോസിന്റെ പ്രാർത്ഥനയാൽ, ലൂക്കോസ് പ്രാർത്ഥിച്ച് ഈ തെയോഫിലോസിന്റെ രോഗം മാറുകയും ചെയ്തു. അങ്ങനെ രോഗം മാറിയതിന്റെ സന്തോഷത്താൽ ഈ അടിമയും വൈദ്യനുമായിരുന്ന തെയോഫിലോസിനെ, അടിമയും വൈദ്യനുമായിരുന്ന ലൂക്കോസിനെ തെയോഫിലോസ് നന്ദി സൂചകമായി അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പം അതിന്റെ സന്തോഷം ലൂക്കോസിനുണ്ട്. അതുകൊണ്ട് ലൂക്കോസിന് ലഭിച്ചിരിക്കുന്ന, ലൂക്കോസ് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഈ സുവിശേഷത്തിന്റെ പൂർണ്ണമായ ഒരു ചരിത്രം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ഉപദേശവും ജീവിതവും ശുശ്രൂഷയും സഭയുടെ വളർച്ചയും ഒക്കെ അടങ്ങുന്ന 2 ഗ്രന്ഥങ്ങൾ എഴുതി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. അപ്പൊ ഈ 4 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ തെയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയ കാലഘട്ടം വിശുദ്ധ പൗലോസ് റോമിൽ വീട്ടുതടവിലായിരിക്കുന്ന തടവുകാരനായിട്ട് 1-ാം റോമൻ തടവറവാസത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ 61-ലോ 62-ലോ ആയിരിക്കാം ഈ പുസ്തകം എഴുതിയത് എന്നാണ് അഭിപ്രായം. 61-ലോ 62-ലോ ആയിരിക്കണം ഈ പുസ്തകം എഴുതുന്നത്. മിക്കവാറും 58 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു റോമിലെ തടവ് തനിക്ക് ഉണ്ടായിരുന്നത്. ആ റോമിലെ തടവ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് പഠിക്കാം. അത് രണ്ട് പ്രാവശ്യം റോമൻ തടവറയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്ന തടവറവാസത്തെക്കാൾ അതിന്റെ സൂചനകളും ലേഖനങ്ങളിലെ പ്രതിപാദ്യങ്ങളും നാം പഠിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ എഫെസോസിൽ അദ്ദേഹം തടവുകാരനായിരുന്നു, കൈസരിയയിൽ അദ്ദേഹം തടവുകാരനായിരുന്നു, അതുപോലെ ഫിലിപ്പിയ കാരാഗൃഹത്തിൽ തടവുകാരനായിരുന്നു. അതിനുശേഷമാണ് റോമൻ തടവറയിലേക്ക് പോകുന്നത്. റോമൻ തടവറയിൽ നിന്ന് അദ്ദേഹത്തിന് ആദ്യത്തെ സമയത്ത് അദ്ദേഹത്തിന് കർത്താവ് തുണങ്ങുന്നു. എന്റെ സംവാദത്തിൽ എന്നോട് കൂടെ ആരുമില്ലായിരുന്നെങ്കിലും കർത്താവ് തുണങ്ങുന്നു. പ്രത്യേകിച്ചും പുബ്ലിയോസിനെ പോലെയുള്ള ആളുകൾ ഈ കപ്പൽ യാത്രയിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്ന തന്റെ ജീവിതവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിയിട്ട് റോമൻ കൈസറോട് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഈ 1-ാമത്തെ തടവറയിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ ലഭിക്കുന്നത്. അപ്പൊ 1-ാമത്തെ തടവറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വീട്ടുതടങ്കലിലായിരുന്നു. വീട്ടുതടങ്കൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ താമസിക്കാം,
സ്വതന്ത്രമായിട്ട് താമസിക്കാം. അവിടെ 2 സ്നേഹിതരോ 3 പരിചാരകരോ ഒക്കെ അവർക്ക് കൂടെ ഉണ്ടായിരിക്കും. അവിടെ അടുത്ത് വരുന്ന ആളുകളെയൊക്കെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയും. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. തന്റെ അടുത്ത് വരുന്ന യഹൂദന്മാരോട് നിർവിഘ്നം സുവിശേഷം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ തുടർന്നു പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം 58 ശേഷമുള്ള ഒരു സംഭവമാണ്. 58 ശേഷമാണ് റോമിലേക്ക് പോകുന്നത്. എന്നാൽ 67, 68 കാലഘട്ടത്തിലാണ് പൗലോസിന്റെ 2ാം തടവറയും മരണവും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 65 ശേഷം അല്ലെങ്കിൽ 61 ശേഷം, 61നും 65നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കാം ഈ പുസ്തകം എഴുതിയത്. എന്നാൽ ആധുനിക പണ്ഡിതന്മാര് പറയുന്നത് 70 ശേഷമാണെന്ന്. അതിന് കാരണം അവർ പറയുന്നു ഇതിനകത്ത് ഈ 70 എന്ന് പറയുന്നതിനകത്ത് ചരിത്രത്തെ നമ്മൾ ചരിത്ര സൂചനകളെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റ് ആണ് AD 70. AD 70യുടെ പ്രത്യേകത യെരുശലേം ദൈവാലയത്തിന്റെ നാശം, യെരുശലേമിന്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് AD 70. അപ്പൊ AD 70 അതിനുശേഷമാണ് ഇത് എഴുതിയത് എന്ന് ചില ആളുകൾ പറയുന്നത് ഇതിനകത്ത് ഈ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള സൂചന ഉണ്ട് എന്ന് അവര് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഇതിൽ അങ്ങനെ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള സൂചന യഥാർത്ഥത്തിൽ ഇതിനകത്തില്ല. യെരുശലേം നശിക്കും എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉണ്ട്. എന്നാൽ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള നാശം സംഭവിച്ചു എന്നുള്ള സൂചന നമുക്ക് ഇതിനകത്തുണ്ട് എന്ന് പറയുന്നത് ഒരു വികലമായ വ്യാഖ്യാനമാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നത്, ചില വേദപണ്ഡിതന്മാർ പറയുന്നത് AD 70 മുമ്പ് പുതിയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടു എന്ന് പറയുന്നതാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. കാരണം ഈ വെളിപാട് പുസ്തകമൊക്കെ പിന്നീട് കുറച്ചു കാലത്തിനും കൂടെ ശേഷമാണ് എഴുതപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പിൽക്കാലങ്ങളിൽ വന്ന അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ പിന്നിൽ അവരുദ്ദേശിക്കുന്ന ചില ഉപദേശങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആധുനികമായിട്ട് പറയുന്ന പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ അത്രത്തോളം പരിഗണിക്കേണ്ടതില്ല. മറിച്ച് ആദിമസഭ പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന ആ ഒരു വസ്തുതയിലേക്കാണ്, ചരിത്ര വസ്തുതയിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ചുള്ള അതിന്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഈ ലൂക്കോസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസ് വൈദ്യനായിരുന്നത് കൊണ്ട് ലൂക്കോസിന്റെ ഭാഷ നല്ല ഗ്രീക്ക് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മറ്റ് പല പുസ്തകങ്ങളിലെയും ഭാഷയേക്കാൾ കുറച്ചും കൂടെ ശക്തമായ വളരെ മനോഹരമായ ഗ്രീക്ക് ഭാഷ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പുസ്തകത്തിൽ പറയുന്ന പല പദങ്ങളും അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു എന്നുള്ളതിന്റെ സൂചനയും നമുക്ക് നൽകുന്നു. പ്രത്യേകിച്ചും ലൂക്കോസ് 18:25 പറയുന്ന കാര്യങ്ങൾ 18:25 സൂചിയെ കുറിച്ചാണ് പറയുന്നത്, ഒന്നല്ലേ? 18:25 ലൂക്കോസ് 18:25. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. അവിടെ സൂചിക്കുഴ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദമാണ്. അപ്പൊ അവിടെ സൂചി എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് മറ്റ് സുവിശേഷകർ ഉപയോഗിച്ചിരിക്കുന്ന പദമല്ല ലൂക്കോസ് ഉപയോഗിക്കുന്നത്. ലൂക്കോസ് ഉപയോഗിക്കുന്ന പദം അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ബീലോൺ എന്നുള്ള പദമാണ്. ബീലോൺ എന്നുള്ള പദം യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സൂചിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സൂചിയെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒരു കത്തിയെ കുറിച്ച് പറയുകയാണെങ്കിലോ നമ്മൾ വീട്ടില് മീൻ വെട്ടുകയോ അല്ലെങ്കിൽ പച്ചക്കറി അരിയോ ഒക്കെ ചെയ്യുന്ന കത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡോക്ടർ പറയുമ്പോൾ ഒരുപക്ഷെ സർജിക്കൽ ബ്ലേഡിനെ കുറിച്ചായിരിക്കും, അല്ലേ? അപ്പൊ ആ ഒരു പദമായിരിക്കും പെട്ടെന്ന് അവര് ഉപയോഗിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പല പ്രയോഗങ്ങളും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ പുസ്തകത്തിന് ഉണ്ട്. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ഈ പുസ്തകം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതിന്റെ പർപ്പസ്, ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഓരോ പുസ്തകത്തിന്റെയും ഉദ്ദേശം മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് അതിന്റെ സന്ദേശം മനസ്സിലാക്കാനൊക്കെ. അപ്പം എല്ലാ പുസ്തകങ്ങൾക്കും പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലുള്ളതായ, അത്യാവശ്യം പുതിയ നിയമത്തിലെ
എല്ലാ പുസ്തകങ്ങൾക്കും ഒരു രചനയുടെ ഒരു ഉദ്ദേശം, എഴുത്തുകാരനൊരു ഉദ്ദേശം. അപ്പൊ എഴുത്തുകാരന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ സന്ദേശം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതിന്റെ ആത്മീകമായ അർത്ഥം, ചരിത്രപരമായ അർത്ഥം, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് എഴുതിയതിന്റെ ഉദ്ദേശം കൂടെ മനസ്സിലാക്കണം. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുവാനുണ്ടായ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു. ക്രിസ്തു വിശ്വാസികൾ വളരെയധികം പീഡനം അനുഭവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. റോമാക്കാരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വളരെ ശക്തമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഒരു പകുതിക്ക് ശേഷം വരുന്ന ഘട്ടമാണ്. അപ്പൊ യെരുശലേമിലെ സഭ വളരെയധികം കഷ്ടം അനുഭവിക്കുന്നുണ്ട്. പല പ്രാവശ്യം യെരുശലേമിൽ പീഡനം ഉണ്ടായി. ആ പീഡനം മൂലം അവര് പല സ്ഥലങ്ങളിലേക്ക് ചിതറിയോടുകയും ശമരിയ തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലും, അന്ത്യോക്യ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പിന്നീട് സുവിശേഷം അങ്ങനെ പ്രചരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകമായ ചില കോളനികൾ, ഫിലിപ്പിയ കോളനി, മാസറോണിയ, ഏഷ്യ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ സുവിശേഷം വ്യാപിക്കുകയും എന്നാൽ സുവിശേഷം വ്യാപിച്ചതോടൊപ്പം തന്നെ വളരെ കഠിനമായ പീഡനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഒളിവ് സങ്കേതങ്ങളിലൊക്കെ ആരാധന നടത്തേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ആരംഭ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഐക്കൺ എന്തുവാ? ഇന്ന് നമ്മൾ എന്താണ് ക്രൈസ്തവത്തെ കുറിച്ച് പറയുന്നത്? സിംബൽ നമ്മൾ ഇന്ന് ക്രിസ്തീയ സഭയുടെ ചിഹ്നമായി ആഗോള ഈ പദത്തിന്റെ അർത്ഥം, അതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവ്, കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ വാചകത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർക്കുമ്പോഴാണ് ഇക്തൂസ് എന്നുള്ള വാക്കുണ്ടാകുന്നത്. അപ്പൊ ഇക്തൂസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മത്സ്യം എന്ന്, മീൻ, ഫിഷ്. അപ്പൊ ആദിമസഭയുടെ അടയാളം എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ ചിഹ്നമായിരുന്നു. മത്സ്യത്തിന്റെ ചിഹ്നം അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചു? അവരുടെ സാന്നിധ്യം, അവരുടെ ആരാധനാ കേന്ദ്രം എവിടെയെങ്കിലും ഉണ്ട് എന്ന ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ഒളിസങ്കേതങ്ങൾക്ക് വെളിയിൽ അവർ ഈ മത്സ്യത്തിന്റെ പടം വരച്ചു വെക്കും. മത്സ്യത്തിന്റെ പടം വരച്ചു വെക്കും. അപ്പൊ മത്സ്യത്തിന്റെ ഗ്രീക്ക് പദം എന്താണ്? ഇക്തൂസ്. ഇക്തൂസിന്റെ പൂർണ്ണരൂപം എന്താണ്? യേശു ക്രിസ്തു ലോകരക്ഷിതാവ്. യേശു ക്രിസ്തു ലോകരക്ഷിതാവ്. അപ്പൊ ഇത് വായിക്കുന്ന ക്രൈസ്തവ ജനതയ്ക്ക് അല്ലെങ്കിൽ സഭാജനങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്തുവുമായി ബന്ധമുള്ള ആളുകൾക്ക്, സഭയ്ക്ക് അറിയാമായിരുന്നു ഇക്തൂസ് എന്നുള്ള ആ ഒരു പദമാണ് ഈ മത്സ്യം സൂചിപ്പിക്കുന്നത്. ഈ മത്സ്യം സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം ഇതിനടുത്ത് ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രമുണ്ട്, ഒരു സഭയുടെ ആരാധനയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ ഇത് ഈ ചിഹ്നങ്ങൾ, ഈ ഐക്കൺസ്, അതായിരുന്നു അവര് ആദിമ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് തന്നെ ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഒരു ആരാധനയുണ്ട് എന്ന് ഇവിടെ അങ്ങനെ അവരെ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ഒരു ചിഹ്നം അവർ കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മൾ ബസ് ഓടിച്ചു പോകുന്നുണ്ട്, നമുക്ക് കാണാമല്ലോ ഒരു സ്കൂൾ കുട്ടി ബാഗും കൊണ്ട് ഓടുന്ന ഒരു പടം, അല്ലേ? അപ്പൊ എന്താണ്? ഇതിനടുത്തൊരു സ്കൂളുണ്ട്. കുറച്ചങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കട്ടിൽ വെച്ചേക്കുന്നത് കാണാം, അല്ലേ? അവിടെ ഒരു അപ്പൊ ഇതിനടുത്തൊരു ആശുപത്രിയും. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇവർ ഈ കല്ലിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഈ മത്സ്യത്തിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് ക്രൈസ്തവ സാന്നിധ്യമുണ്ട്, ഒരു ആരാധനാ കേന്ദ്രമുണ്ട്. അതൊരു പക്ഷെങ്കിൽ കാറ്റക്കൂമ്പിലായിരിക്കും, അല്ലെങ്കിൽ കല്ലറകൾ ഉള്ള ഭൂഗർഭ അറകളിലായിരിക്കും, അങ്ങനെയുള്ള രഹസ്യ സങ്കേതങ്ങളിലായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആരാധിച്ചു വരുന്നത്? അവരുടെ ആരാധനയെ റോമാക്കാരും യഹൂദന്മാരും എതിർത്തിരുന്നു. അങ്ങനെ ആരാധന ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്ന, അങ്ങനെയുള്ള പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ശൗല്. സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്ന, ഉപദ്രവിക്കുന്ന യഹൂദ സംഘത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപദ്രവം ഏറ്റുകൊണ്ടിരുന്ന സഭ നേരിട്ട 2-3 പ്രശ്നങ്ങളും കൂടെ. അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവര്
അസന്മാർഗികളാണ്, ഇവര് കുടുംബഛിദ്രം ഉണ്ടാക്കുന്നവരാണ്. കാരണം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഇവർ കൂടി വരുന്നത്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും രാത്രി കാലങ്ങളിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂടി വരുന്നത് കൊണ്ട് ഇവർ അസന്മാർഗികളാണ് എന്നുള്ള ഒരു 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 പ്രചാരണം ഉണ്ടായി. രണ്ടാമതായിട്ട് ഇവര് ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുകയും ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന അപ്പന്നുറുക്ക് ശുശ്രൂഷ, തിരുവത്താഴം നടത്തി വന്നതിനെ മാംസവും രക്തവും സ്വീകരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ നരഭോജികൾ എന്ന് ഇവരെ വിളിച്ചു വന്നു. അപ്പൊ ക്രൈസ്തവർ നരഭോജികളാണ്, കുടുംബഛിദ്രം ഉണ്ടാക്കുന്നവരാണ് എന്നുള്ള ചിന്ത. യേശുവിനെ കർത്താവ് എന്ന് ഇവർ വിളിച്ചതുകൊണ്ട് അന്നത്തെ കർത്താവെന്ന് വിളിക്കുവാനുള്ള യോഗ്യത ആർക്കേ ഉള്ളൂ? റോമൻ ചക്രവർത്തിയെ മാത്രമേ കർത്താവ്, ലോർഡ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ എത്രമാത്രം പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമായിരുന്നു. റോമൻ ചക്രവർത്തിയെ അല്ലാതെ മറ്റാരെയും കർത്താവ് എന്ന് സംബോധന ചെയ്യുവാൻ അന്ന് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിലാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നത്. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നത് കൊണ്ട് ചക്രവർത്തിയുടെ ലോർഡ്ഷിപ്പിനെ നിഷേധിക്കുകയും റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന രാജ്യദ്രോഹികളാണ് ഇവർ എന്നുള്ള ഒരു പ്രചാരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രൈസ്തവ ജനത സ്നേഹത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവരാണെന്നും അവർ ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്നവരാണെന്നും അവർ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എന്നുള്ള അർത്ഥത്തിൽ അപ്പന്നുറുക്ക് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് പങ്കുചേരുകയാണ് എന്നും അവരൊരിക്കലും റോമാ സാമ്രാജ്യത്തിനെതിരല്ല, അവർ റോമാ സാമ്രാജ്യത്തിന് വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് എന്നും ഒക്കെ റോമൻ സമൂഹത്തെ ധരിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പൊ ഈ പുസ്തകത്തിലെ അങ്ങനെയുള്ള പ്രയോഗങ്ങളും സൂചനകളും ഒക്കെ നാം വായിക്കുമ്പോൾ ലൂക്കോസിന്റെ ഉദ്ദേശം ക്രൈസ്തവ ജനതയുടെ, ആദിമസഭയുടെ ധാർമ്മിക നിലവാരം എന്തായിരുന്നു, അവരുടെ സാമൂഹിക ഇടപാടുകൾ, ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ രാഷ്ട്രത്തോടുള്ള നിലപാടെന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നതിനും ഗവൺമെന്റിനെ ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. അതായിരുന്നു ഈ പുസ്തകത്തിന്റെ രചനയുടെ ഒന്നാമത്തെ ഉദ്ദേശം. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ദേശാധിപതികളെയും റോമൻ സൈന്യാധിപന്മാരെയും നാടുവാഴികളെയും ഒക്കെ നമുക്ക് കാണും. കൊർന്നല്യോസ് കൈസരിയയിലെ ഒരു ഉന്നത അധികാരിയായിരുന്നു. കുപ്രോസ് ദ്വീപിലെ ദേശാധിപതിയായിരുന്നു സർഗ്യോസ് പൗലോസ്. അതുപോലെ അഖായയിലെ ദേശാധിപതിയായിരുന്നു ഗല്ലിയോൻ. ആസ്യാധിപന്മാരെ കുറിച്ച് 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫെസോസിലുണ്ടായിരുന്ന ദേശാധിപതി പൗലോസിനോട് വളരെ അനുഭാവമുള്ള ആളായിരുന്നു. അപ്പം ഇങ്ങനെ ഭരണാധികാരികളെയും ഭരണാധികാരികളുടെ സമീപനങ്ങളെയും അവരോടുള്ള സമീപനങ്ങളെയും ഒക്കെ വളരെ വ്യക്തമായി ഈ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. കാരണം ഇത് സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ക്രൈസ്തവർ. അപ്പൊ സുവിശേഷം ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം അറിയിച്ചത് എന്നും അവരുടെ സഹായം പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നും അവരിൽ പല ആളുകളും ഈ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഒക്കെയുള്ള ചരിത്രം അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതുന്നത്. രണ്ടാമതായി ക്രിസ്തുമാർഗത്തിന്റെ വളർച്ച. കാരണം ഈ പുസ്തകത്തിൽ തന്നെ ചില സൂചനകളുണ്ട്. ആ കാലഘട്ടത്തിൽ ധാരാളം വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പോസ്റ്റ് എക്സൈൽ പീരീഡ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം, ഏകദേശം BC 400 ശേഷമുള്ള കാലഘട്ടം, അക്കാബി കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെയുള്ള ഏകദേശം 400, 500, 600 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പൊളിറ്റിക്കൽ, റിലീജിയസ് സെക്റ്റുകൾ ഉണ്ടായ കാലഘട്ടമാണ്. കാരണം ആ കാലഘട്ടത്തിലാണ് പരീശന്മാരുണ്ടാകുന്നത്, സദൂക്യരുണ്ടാകുന്നത്, എരിവുകാരുണ്ടാകുന്നത്, ഹെരോദ്യർ എന്ന് പറയുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്.
ഇങ്ങനെയൊക്കെ. പക്ഷെ ആ ഗ്രൂപ്പുകൾ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായി. ഇപ്പം ചാർത്തിന്റെ നാളിൽ ഒരു യൂദ എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് കുറെ ആളുകളെ വശീകരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനും അവന്റെ ആളുകൾ നശിച്ചു പോയി എന്നൊക്കെ ഗമാലിയൽ പറയുന്നു. അദ്ദേഹം ഒരു യഹൂദ പണ്ഡിതനായി, ഗമാലിയൽ ഒരു ന്യായപ്രമാണ പണ്ഡിതൻ. അപ്പം അവര് ഈ സെക്റ്റുകളെല്ലാം വിലയിരുത്തുന്നു. അപ്പൊ ഇവർ കുറച്ചാളുകളെ വശീകരിച്ച് അവരുടെ കൂടെ നിർത്തി കുറച്ച് കാലഘട്ടം ഒരു സംഘമായിട്ടൊക്കെ വന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ പല സംഘങ്ങളും ഉണ്ടായത് റോമാ സാമ്രാജ്യത്തിനെതിരെയാണ്, ചില സംഘങ്ങൾ ഉണ്ടായത് യഹൂദ മതത്തിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ മാർഗങ്ങൾ ഉണ്ടാകുന്നതിനെ വളരെയധികം സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ ഉണ്ടായി. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ക്രിസ്തുമാർഗം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിന്റെ വളർച്ച എങ്ങനെയാണ് റോമാ സാമ്രാജ്യത്തിന്റെ അറ്റത്തോളം ഉണ്ടായത് എന്നും യെരുശലേമിൽ ആരംഭിച്ച് റോമാ സാമ്രാജ്യം വരെയും ഇതെങ്ങനെ വ്യാപിച്ചു എന്നുള്ള വൃത്താന്തം വളരെ സവിസ്തരം എഴുതേണ്ടത് ആവശ്യമായിരുന്നു. ഇതങ്ങനെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മനുഷ്യ സംഘമായിട്ടുണ്ടായതല്ല, മറിച്ച് ഇത് ദൈവികമായ ഇടപെടലിലൂടെ ദൈവരാജ്യത്തിന്റെ അനുഭവമുള്ള ഒരു സഭയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ആണ് ഇത് എഴുതിയത്. അപ്പൊ അത് തന്നെയാണ് മൂന്നാമത്തെ ഉദ്ദേശവും. യെരുശലേം മുതൽ റോം വരെയും സഭ വളർന്നു. ആ സഭ എങ്ങനെയാണ് വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുവന്നത്? കാരണം ഇത് യെരുശലേമിൽ മാത്രമുള്ള ഒരു സംസ്കാരമായിരുന്നു ആരംഭത്തിൽ. യെരുശലേമിലെ യഹൂദ സംസ്കാരമായിരുന്നു. യെരുശലേമിലെ യഹൂദ സംസ്കാരം യെരുശലേമിന് വെളിയിലുള്ള യഹൂദ സംസ്കാരവുമായിട്ട് വ്യത്യാസമുണ്ടായി. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ആ യെരുശലേമിന് വെളിയിലുള്ള ആളുകളുടെ യഹൂദ സംസ്കാരം എന്ന് പറയുന്നത് ഹെല്ലനിസ്റ്റിക് കൾച്ചർ എന്നാണ് അതിനെ പറയുന്നത്, യവനായ സംസ്കാരം. അപ്പം യവനായ സംസ്കാരം സ്വീകരിച്ച യഹൂദന്മാരുണ്ടായിരുന്നു, ന്യായപ്രമാണത്തിന്റെ തനിമയിൽ നിലനിന്ന യഹൂദന്മാരുണ്ടായി. അപ്പൊ യെരുശലേമിലെ യഹൂദന്മാർ യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിന്റെ തനിമയിൽ നിന്നു. യെരുശലേമിന് വെളിയിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലുണ്ടായിരുന്ന യഹൂദന്മാര് യഹൂദ മതാനുസാരികൾ എന്നൊക്കെ അവരെ ചിലപ്പം വിളിക്കും. മറ്റൊരു ന്യായപ്രമാണവാദികൾ, ന്യായപ്രമാണ അനുസാരികൾ എന്ന് വിളിക്കും. അപ്പോൾ ഇത് ലോകത്തിന്റെ, അതായത് ഗ്രീക്ക് ലോകത്തിന്റെ കൾച്ചറിനെ സ്വീകരിച്ച യഹൂദന്മാരെയാണ് ഹെല്ലനിസ്റ്റിക്, യവനായ യഹൂദന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് ഞങ്ങൾക്ക് മിശിഹായെ കാണണമെന്നൊക്കെ പറഞ്ഞു വന്ന കുറച്ച് യഹൂദന്മാരെ ഫിലിപ്പോസ് കൂട്ടിക്കൊണ്ടുപോയി കർത്താവിനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നു. അവര് യവനായന്മാരായ ആളുകളാണ്, യവനായന്മാരാണ്. പക്ഷെ യവനന്മാരായ ആളുകൾ അവരെ യഹൂദന്മാരും കൂടിയാണ്. അപ്പൊ യവന മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഇനി തനി ഗ്രീക്കുകാരായിട്ടുള്ള ആളുകൾ, മാസിഡോണിയൻ പ്രദേശങ്ങളിലും ഏഷ്യ മൈനറിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് യഹൂദന്മാരല്ലാത്ത യവന സംസ്കാരമുള്ള ആളുകൾ. അപ്പൊ യവന സംസ്കാരമുള്ള ആളുകളിൽ, റോമൻ സംസ്കാരമുള്ള ആളുകളിൽ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സുവിശേഷം കടന്നു ചെന്നപ്പോൾ അതെങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? അപ്പൊ വ്യത്യസ്ത സംസ്കാരങ്ങളിലെ സുവിശേഷത്തിന്റെ സ്വീകരണത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകമായി. നാലാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. എന്താണ്? ജാതീയമായ വേർതിരിവുകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരെന്നും വിജാതീയരെന്നും വലിയ വിഭാഗീയത ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദ ജനത അല്ലാതെ മറ്റാരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളല്ല. അത് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ്. അപ്പൊ പഴയ നിയമത്തിൽ പിന്നീട് ഈ പ്രവാസകാലത്തോടനുബന്ധിച്ച് വരുന്ന ദൈവശാസ്ത്ര ചിന്ത, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏലിയാവിനെ അയക്കുമെന്നും ഏലിയാവിന്റെ ആത്മാവോട് ഒരുവനെ അയക്കുമെന്നും ഒക്കെ പറയുന്ന പ്രവാചക ചിന്താഗതികളിൽ അവരുടെ ദൈവശാസ്ത്രത്തിൽ ഒരു വരുവാനുള്ള ഒരു ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടുണ്ടായി. അതുകൊണ്ടാണ് ആ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപകനും യേശു ക്രിസ്തുവും പ്രസംഗിക്കുവാൻ ഇടയായി. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു രാജ്യം, പക്ഷെ ആ രാജ്യം അവരുടെ രാജ്യമായിരുന്നു. ആരുടെ രാജ്യം? യഹൂദന്മാരുടെ രാജ്യം. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ, നീ ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നത്? കാരണം കർത്താവ് വന്നു, ദൈവരാജ്യം വരുന്നെന്ന് പറഞ്ഞു. ഇത്രയും കാലം ഞങ്ങൾ നിന്നോട് കൂടെ നടന്നു, നീ ഞങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ നീ സ്വർഗത്തിലോട്ട് പോകാൻ പോകും. അപ്പൊ ഇതുവരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ.
അപ്പൊ ഈ കാലത്തിൽ തന്നെയാണോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന് ഞങ്ങൾ മടുത്തു? അപ്പൊ ഇനി ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അതാണ് ചോദിക്കുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിച്ചിരുന്നത് യേശുവോ അല്ലെങ്കിൽ അതുപോലെ രാജാവ് വന്നിട്ട് ഒരു ഭൗതികമായ സാമ്രാജ്യം, റോമാക്കാരെ എല്ലാം തോൽപ്പിച്ച് വന്നിട്ട് യഹൂദന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു അവർ ദൈവരാജ്യം എന്ന് പോലും ചിന്തിച്ചിരുന്നു. അപ്പൊ യഹൂദന്മാരല്ലാത്തവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് സകല ജനങ്ങളെയും, വിശ്വസിക്കുന്ന ഏവരെയും, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ സകല ജനങ്ങളെയും ഒരുപോലെ ദൈവമക്കളാക്കി തീർക്കുന്ന, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുന്ന ദൈവിക ഇടപെടലാണ് എന്ന് കാണിക്കുന്നതിനും കൂടെ വേണ്ടിയാണ് ലൂക്കോസ് ഈ സുവിശേഷം എഴുതിയത്. അഞ്ചാമത്തേത് മറ്റൊരു ഭാഗവും കൂടി അദ്ദേഹം എഴുതുവാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇത് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാ പുസ്തകങ്ങളും ആമേൻ പറഞ്ഞാണ് ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. അതിനെ അവസാന വാക്കെന്ന് പറയുന്നത് നിർവിഘ്നം, തടസ്സം കൂടാതെ എന്നുള്ള പദമാണ്. നമ്മുടെ ഭാഷയിൽ വരുമ്പോൾ അതല്ല, എന്നാൽ ഗ്രീക്ക് ഭാഷയുടെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് വരുമ്പോൾ തടസ്സം കൂടാതെ എന്നുള്ള പദമാണ് അവസാനം വരുന്നത്. എന്ന് പറഞ്ഞാൽ നിർവിഘ്നം, തടസ്സം കൂടാതെ ഇപ്പോഴും തുടരുന്ന ഒരു ദൗത്യമാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ ദൗത്യം. അതിന്റെ ഒരു 3-ാം വോള്യം എഴുതുവാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. പൗലോസിന്റെ റോമിലെ വിസ്താരത്തെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതണമെന്ന് അദ്ദേഹം ഒരു പക്ഷെങ്കിൽ കരുതിയിരുന്നിരിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്ന ചരിത്രത്തിന് ശേഷമാണ് പൗലോസിന്റെ 4-ാമത്തെ മിഷണറി യാത്ര സംഭവിക്കുന്നത്. 4-ാമത്തെ മിഷണറി യാത്ര സംഭവിക്കുന്നതും 4-ാമത്തെ മിഷണറി യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ത്രോവാസിൽ വെച്ച് റോമൻ സൈന്യത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു സാധാരണ കുറ്റം ചുമത്തിയോ ആയിരുന്നില്ല. അദ്ദേഹം രാജ്യദ്രോഹിയാണ് എന്നുള്ള പേരിൽ തന്നെ കഠിനമായ കുറ്റാരോപണങ്ങൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം അവിടെ കർപ്പോസിന്റെ വീട്ടിൽ വെച്ചാണ് റോമൻ സൈന്യം വന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ സ്പെയിൻ വഴിയുള്ള യാത്ര മാസലോണിയ വഴി വന്നിട്ട് ഈ ത്രോവാസിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ആ ഒരു സഞ്ചാര ഉപദേശിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കഷ്ടതെല്ലാം അനുഭവിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്നിട്ട് ഈ കർപ്പോസിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് സൈന്യം വന്ന് ആക്രമിക്കുന്നത്, പിടിച്ചുകൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഒന്നും എടുക്കുവാനുള്ള സമയം പോലും കൊടുത്തു, വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് കഠിനമായ തടവിൽ, റോമിലേക്ക് 2ാമത് കൊണ്ടുപോയി കഠിനമായ തടവിൽ പൗലോസിനെ ആക്കി. അപ്പൊ പൗലോസ് അവിടെ നിന്ന് എഴുതാവുന്ന രീതിയിൽ 2ാമത്തെ ലേഖനം, തിമോത്തിയോസിന്റെ 2ാമത്തെ ലേഖനം എഴുതുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, 2ാമത്തെ ലേഖനം അവിടെ കിടന്നുകൊണ്ട് എഴുതുകയാണ്. അപ്പോൾ പൗലോസിന്റെ മരണം ഉറപ്പായിട്ടുണ്ട്. കാരണം ആ അവസ്ഥയിൽ തടവിലാകുന്ന ആളുകളെ കൊല്ലുവാൻ വിളിക്കുന്നതിന്റെ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം പൗലോസിന്റെ പേര് ഒരു 20ാമതാണെങ്കിൽ 1ാമത്തെ ആളിനെ വിളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ആ പേര് വിട്ടു, 2ാമത്തെ ആളിനെ വിളിച്ചുകൊണ്ട് ആ പേര് വിട്ടു, ഇങ്ങനെ താഴോട്ട് പേരുകൾ വെട്ടി വരിക. അപ്പോൾ പൗലോസിന്റെ പേര് വെട്ടാനുള്ള സമയം അടുത്തു വരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് എല്ലാ സ്നേഹിതരും ഉപേക്ഷിക്കപ്പെട്ടവനായി കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോഴാണ് തിമോത്തിയോസിന്റെ 2ാമത്തെ ലേഖനം എഴുതിയിട്ട് പൗലോസ് തിമോത്തിയോസിനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൈര്യപ്പെടുത്തുന്നു ഓർക്കണം. എന്റെ നിര്യാണകാലം അടുത്തു എന്ന് താൻ പറയുന്നു. ഞാനിപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പേ, ശീതകാലമാകുന്നതിന് മുമ്പേ നീ വരണം. കാരണം തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിരുന്ന ആ പുതപ്പും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തോട് പറയുന്നു. തിമോത്തിയോസിന് ആ കത്ത് കിട്ടിയ അതേ മാത്രയിൽ തന്നെ പക്ഷെ തിമോത്തിയോസ് യാത്രയായിട്ടുണ്ട് റോമിലേക്കുള്ള കഠിനമായ യാത്രയിൽ താൻ എങ്ങനെയെങ്കിലും തന്റെ ഗുരുവിനെ കണ്ട് സഹായം എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ റോമിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പൗലോസിന്റെ
രക്തസാക്ഷിത്വം, ശിരച്ഛേദം സംഭവിച്ചു. ലൂക്കോസ് ആ സമയത്ത് മരണപ്പെട്ടോ എന്ന് നമുക്കറിയത്തില്ല. ചരിത്രത്തിന്റെ പല അവ്യക്തതകളും അവിടെയുണ്ട്. പക്ഷേ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം സുവിശേഷത്തിന്റെ വ്യാപനം നിർവിഘ്നം തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇന്നും തുടരുന്ന ഒരു പ്രവൃത്തി, ഇന്നും തുടരുന്ന ഒരു ശുശ്രൂഷ, ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അതാണ് കർത്താവിന്റെ സഭ എന്നുള്ളത്. അപ്പൊ ഇന്ന് ഇതിന്റെ തുടർച്ചയെന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ആരുടെ പ്രവൃത്തികളാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണ്, ആദിമസഭയിലെ വിശ്വാസികളുടെ പ്രവൃത്തിയാണ്. നമുക്ക് അല്പം കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ആരുടെ പ്രവൃത്തിയാണ്? നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ കണ്ടിന്യൂഷന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് അതേ ശക്തിയോടുകൂടി, അതേ ആത്മാവിന്റെ പ്രവൃത്തിയോടുകൂടി നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. നാം എത്രത്തോളം കർത്താവിനോട് ഈ ഒരു വെളിപ്പാടോടുകൂടി കർത്താവിന്റെ വേലയിൽ നാം ആകുവാൻ താല്പര്യപ്പെടുന്നു, അതനുസരിച്ച് കർത്താവ് നമ്മെ എന്ത് ചെയ്യും? അപ്പോസ്തല പ്രവൃത്തികളുടെ തുടർച്ചയായി, അത് കാരാഗൃഹത്തിലായാലും പട്ടിണിയിലായാലും രോഗത്തിലായാലും എല്ലായിടത്തും പൗലോസ് പറയുന്ന പോലെ എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും കർത്താവ് എനിക്ക് തുടർന്നു. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഐ ആം എ പാർട്ട് ഓഫ് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. എന്നെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ കാലഘട്ടത്തിലെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ വേണ്ടി. പിന്നീട് ഞാൻ ഇത് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു. അത് 10 കാര്യങ്ങൾ, ഏകദേശം 10 കാര്യങ്ങൾ ഈ ബുക്കിന്റെ മെസ്സേജ് എന്താണ്, ആധുനിക ലോകത്തിന് ഈ പുസ്തകം നൽകുന്ന മെസ്സേജ്. ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രന്ഥകാരൻ അനുഭവിച്ചിരുന്ന പശ്ചാത്തലമാണ്. എന്തുകൊണ്ടാണ് താൻ ഇത് എഴുതിയത്? മെസ്സേജ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സഭയ്ക്ക് കൊടുത്ത സന്ദേശം ഈ കാലഘട്ടത്തിലെ സഭയോടുള്ള ദൂത് എന്താണ്. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഒരു പുസ്തകത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പം കർത്താവ് ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, അത് അവരോട് തന്നെ പറഞ്ഞത്. അത് ഈ 2000 വർഷത്തിന് ശേഷം നമ്മോട് എന്താണ് പറയുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് അതിന്റെ സന്ദേശമുണ്ട്, നമ്മോടുള്ള സന്ദേശം. അങ്ങനെ എല്ലാ ഭാഗങ്ങൾക്കും അങ്ങനെ സന്ദേശമുണ്ട്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്, ഇന്ന് നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, നമ്മളെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒന്നാമതായിട്ട് ലൂക്കോസ് പറയുന്ന തിയോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. ദൈവശാസ്ത്രപരമായ ഒരു നിലപാടും. ഇതൊരു ചരിത്രം മാത്രമല്ല, ഇതൊരു ദൈവശാസ്ത്ര ഗ്രന്ഥവും കൂടിയാണ്. എന്താണ്? ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഹിസ്റ്ററി. ദൈവം ചരിത്രത്തിന്റെ ദൈവമാണ്. ചരിത്രത്തിന്റെ ദൈവം മാത്രമല്ല, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവവും കൂടി. ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചാലും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ കർത്താവിന്റെ ക്രൂശ് മരണവും കർത്താവിന്റെ പുനരുത്ഥാനവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയായിരുന്നു എങ്കിൽ ആ ദൈവിക പദ്ധതിയിലൂടെയുള്ള ദൈവരാജ്യത്തിന്റെ പദ്ധതിയാണ് അതിനുശേഷമുള്ള കാലഘട്ടം. അപ്പൊ ക്രിസ്തുവിന്റെ കാലഘട്ടം എന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ ക്രൂശുമരണം വരെയുള്ള അല്ലെങ്കിൽ പുനരുത്ഥാനം വരെയുള്ള, ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയായി. അപ്പം ആ പഴയ നിയമത്തിലുള്ള എല്ലാ സംഭവങ്ങളും, യാഗങ്ങളാവട്ടെ, ഇസ്രായേലിന്റെ യാത്രകളാകട്ടെ, ഇസ്രായേലിന്റെ യഥാസ്ഥാപനമാകട്ടെ, എല്ലാം യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ പദ്ധതികളായിരുന്നു. ദൈവം ചരിത്രത്തെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കാലസമ്പൂർണത വന്നപ്പോ, അപ്പൊ കാലസമ്പൂർണതയിലേക്കുള്ള യാത്രയായിരുന്നു പഴയ നിയമ ചരിത്രം. ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അയച്ചു. അപ്പൊ ആ സംഭവത്തിന് ശേഷം അതിന് നമുക്ക് ദൈവശാസ്ത്രജ്ഞന്മാർ ക്രൈസ്റ്റ് ഈവന്റ് എന്നൊക്കെ പറയും, ക്രിസ്തു സംഭവം എന്നൊക്കെ. അപ്പൊ ക്രൈസ്റ്റ് ഈവന്റിന് ശേഷം
ഉള്ള അടുത്ത ഘട്ടമാണ് കർത്താവിന്റെ സഭയുടെ കാലഘട്ടം, ദൈവരാജ്യത്തിന്റെ. അപ്പൊ എങ്ങനെയാണോ ദൈവം പൂർവകാലങ്ങളിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിന് വേണ്ടി, മശിഹായിൽ കൂടിയുള്ള വീണ്ടെടുപ്പിന് വേണ്ടി എല്ലാ ചരിത്ര സംഭവങ്ങളെയും ഉപയോഗിച്ചത്, അതുപോലെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും ശുദ്ധീകരണത്തിനും വേണ്ടി ഈ കാലഘട്ടത്തിലെ ചരിത്രത്തെയും ദൈവം ഉപയോഗിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ആ രണ്ട് കാലഘട്ടവും ദൈവം ആണ് നിയന്ത്രിക്കുന്നത്. ഈ കാലഘട്ടം ദൈവം നിയന്ത്രിക്കുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണ്? ദൈവസഭയുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഞാൻ പെട്ടെന്ന് അതിന്റെ പോയിന്റ് മാത്രം പറയാം. നമ്മൾ 2 പ്രാവശ്യം ഈ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് പോയിന്റ് മാത്രം പറയാം. രണ്ടാമതായിട്ട്, വിവിധ സംസ്കാരത്തിൽ എങ്ങനെയാണ് സുവിശേഷം സ്വീകരിക്കപ്പെടുന്നത്? വിവിധ സംസ്കാരങ്ങളിൽ എങ്ങനെയാണ് സുവിശേഷം സ്വീകരിക്കപ്പെടുന്നത്? അപ്പൊ അത് യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് വെളിയിലേക്ക് സഭ വ്യാപിച്ചപ്പോൾ അവിടെ യഹൂദന്മാരുടെ പരിചയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പരിചയങ്ങളുള്ള ആളുകൾക്ക് യഹൂദന്മാരുടെ പരിചയങ്ങൾ മാത്രം ആവശ്യം ആയി വന്നില്ല. അപ്പൊ യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾ, പിന്നീട് റോമൻ പശ്ചാത്തലത്തിലുള്ള ആളുകൾ, പിന്നീട് പല പല സംസ്കാരങ്ങൾ, പല പല ഭാഷക്കാർ, പല ജനപദങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സംസ്കാര വൈവിധ്യവും, ഇപ്പൊ ആഫ്രിക്കൻ ജനത, അല്ലെങ്കിൽ ഏഷ്യയിലെ റിമോട്ട് ഏരിയയിലുള്ള ജനത, അപ്പൊ അവരുടെയൊക്കെ സംസ്കാരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന യെരുശലേമിലെ ഒരു സംസ്കാരം മാത്രം കൊണ്ടുവന്നാൽ അത് ശരിയാകത്തില്ല. ഞാൻ ഒരിക്കല് ഈ സുവിശേഷകരുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. അപ്പം നമുക്കിവിടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഡ്രസ് കോഡും ഒരു കാര്യങ്ങളും. ബിഷപ്പ് എന്ന് പറയുന്നുണ്ട്, നമുക്കറിയാം അല്ലെ? പിന്നെ നല്ല കളറിലുള്ള കുപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ കുരിശുമൊക്കെ ഇട്ട് വരുന്ന താടിമീശയൊക്കെ ഉള്ള ഒരാളിനെ നമുക്ക് എങ്ങനെയാണ്? അത് ഒരു ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ജനതയുടെ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ജനതകളുടെ ഒരു സംസ്കാരം. അപ്പൊ ഈ ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിലും ബിഷപ്പുമാരുണ്ട്. ഈജിപ്ഷ്യൻ രാജ്യങ്ങളിലും കോപ്റ്റിക് സഭയുടെ ബിഷപ്പുമാരും, കോപ്റ്റിക് സഭയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സഭയുടെ ബിഷപ്പുമാർ, അല്ലെങ്കിൽ ഇനി ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ സുവിശേഷ വിഹിതമായ സഭകളുടെ ഒക്കെ ആണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് ബിഷപ്പ് എന്നോ ഓവർസിയർ എന്നോ സെൻട്രൽ പാസ്റ്റർ എന്നോ ഒക്കെ എങ്ങനെ വിളിച്ചാലും ആ സ്ഥാനം അർഹിക്കുന്ന ആൾ. അവിടെയുള്ള ആളുകളെന്ന് പറയുന്നത് ഒരു നിക്കറ് പോലും ഇടാത്ത ആളുകൾ. പിന്നെ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സിവിലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവര് എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് നാണം മറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു അവിടുത്തെ ബിഷപ്പ് ധരിക്കുന്നത്, ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത് അവിടുത്തെ ബിഷപ്പ് ധരിക്കുന്നത് ഒരു ബനിയനും ഒരു ബർമുടയും. അപ്പൊ ഒരു ബനിയനും ഒരു ബർമുടയും ഇട്ടിട്ട് ഒരു വ്യക്തി നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹം ആരായിരിക്കും? അദ്ദേഹം ബിഷപ്പായിരിക്കും. നമുക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല, കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, അല്ലേ? ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഡ്രസ് കോഡിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക്, ഗോത്ര വിഭാഗങ്ങളിലേക്ക് ഒക്കെ സുവിശേഷം കടന്നുപോയി. ഇപ്പൊ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള പിന്നെ സഭകളിലെ കൺവെൻഷൻ നിങ്ങൾ ഓൺലൈനിലുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, കാണുക, അല്ലെങ്കിൽ അവിടെ പോയി ചെന്നുള്ള പാസ്റ്റർമാരോടൊക്കെ ചോദിക്കുക. അവിടെ മുക്കുത്തിയും ഈ കാലേലും കയ്യേലും ഒക്കെ ഈ എന്താണ് ഈ റിങ്ങുകളും ഒക്കെ ഇട്ടിട്ടുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അത് എല്ലാ സഭകളുടെയും ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് വരുന്നത്. അവരുടെ വസ്ത്രങ്ങളും അവരുടെ രീതികളും ഒക്കെ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആളുകളുടെ വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റിയും കൂടെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, അവർ ഈ ബെഡ്ഷീറ്റ് പോലുള്ള പാവാട പോലെ ഇങ്ങനെ ധരിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അവര് നെയ്തെടുക്കുന്ന ഓരോ ഡ്രസ്സിനും അവരുടെ കുലത്തിന്റെ, അവരുടെ ഗോത്രത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതവർക്ക് മാറ്റാനൊക്കത്തില്ല.
ഇപ്പൊ പഞ്ചാബിൽ വലിയ ഉണർവ് നടക്കുന്നു, ഒരുപാട് ആൾ കർത്താവിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അവർ ഈ പഞ്ചാബികളുടെ ഡ്രസ്സ് അവർ മാറ്റിയിട്ടില്ല. സുന്ദർ സിംഗിനെ നമ്മൾ കാണുന്നു അങ്ങനെയല്ല. സുന്ദർ സിംഗ് അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കൾച്ചറൽ ഡിഫറൻസ്, കൾച്ചറൽ ബ്രേക്കിംഗ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ ചെയ്യുവാൻ എന്താണ് 1-ാം നൂറ്റാണ്ടിലെ സഭ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക്, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ ഈ പറയും. പക്ഷെ അതിനെക്കുറിച്ചൊക്കെയുള്ള മൂലരൂപം, അതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല സന്ദേശം, സുവിശേഷം വിവിധ സംസ്കാരങ്ങളിൽ എങ്ങനെയായിരിക്കണം, യവന പശ്ചാത്തലത്തിലുള്ളവർക്ക് എങ്ങനെയാണ് സുവിശേഷം ലഭിച്ചത്. മൂന്നാമതായി ജാതീയതയ്ക്ക് അതീതമായിട്ട് സുവിശേഷം എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നാലാമതായിട്ട് നമ്മുടെ സ്വത്തിനോടുള്ള കാഴ്ചപ്പാട്, വസ്തുവകകളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, അതെല്ലാം അവർക്ക് സ്വന്തമെന്നവരല്ലാതെ പൊതുവക എന്ന് എണ്ണി എന്ന് നമ്മൾ വായിക്കുന്നത്. അഞ്ചാമതായി ആദിമസഭയുടെ കൂട്ടായ്മ, അത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഫലകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പല ചിന്താഗതിയുള്ള ആളുകളെ ഏക മനസ്സുള്ളവരാക്കി തീർത്തു. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. പല ചിന്താഗതിക്കാരായിരുന്ന ആളുകളെ പരിശുദ്ധാത്മാവ് ഏക ചിന്താഗതിക്കാരാക്കി രൂപാന്തരപ്പെടുത്തി. സഭയുടെ കൂട്ടായ്മ എങ്ങനെയായിരുന്നു. ആറാമതായിട്ട് സുവിശേഷത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായി എന്നുള്ളത്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജി അല്ല, മറിച്ച് അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജി അല്ല, അതൊരു പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. കാരണം ശൗലിനെ പോലെയുള്ള വ്യക്തികൾ മാനസാന്തരപ്പെട്ട ചരിത്രം അതുകൊണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഴാമതായി പ്രാർത്ഥനയുടെ പ്രാധാന്യം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുവാനും, മരിച്ചവരെ ഉയർപ്പിക്കുവാനും, രോഗികളെ സൗഖ്യമാക്കുവാനും, ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുവാനും ഒക്കെ എന്തിനു കഴിയും? പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയുടെ വലിയ ശക്തി. എട്ടാമതായി യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ ലോകത്തിന് വിളംബരം ചെയ്യുന്നതാണ് സുവിശേഷ വേല. അതെങ്ങനെ ചെയ്യണം? സുവിശേഷ വേല എങ്ങനെ ചെയ്യണം? സുവിശേഷ വേലയുടെ ആരാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്? എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്? സുവിശേഷ വേലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകുന്നതിന് വേണ്ടിയാണ്. അതാണ് ഇതിന്റെ സന്ദേശം. ഒമ്പതാമതായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന വ്യക്തികളെ, അത് വ്യക്തികളായാലും സമൂഹമായാലും, ദൈവം എത്ര അത്ഭുതകരമായി ഉപയോഗിക്കും എന്ന് ഈ പുസ്തകം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുന്ന വ്യക്തികളെ എത്ര ശക്തമായി ദൈവം ഉപയോഗിക്കും എന്ന് ഈ പുസ്തകം പഠിപ്പിക്കും. 10ാമത്തെ സന്ദേശം, ദൈവമക്കളാണെങ്കിലും നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്കിതിൽ കാണുവാനായിട്ട് കഴിയും. അപ്പം അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പം ഇത്രയും വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പ്രാരംഭ ഭാഗമായിട്ട്, ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമ്മൾ പഠിച്ചത്. തുടർന്ന് നമുക്ക് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് 13ാമത്തെ അധ്യായത്തിലേക്ക് വരാം. നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് തരികയാണ്. അതിനുശേഷം നമുക്കിതിന്റെ ബാക്കി ഭാഗം കൂടെ പെട്ടെന്ന് ചിന്തിക്കാം. ഓക്കെ, താങ്ക് യു.
എത്തിയോ? So we can continue. അപ്പോസ്തല പ്രവർത്തികളിലെ 28 അധ്യായങ്ങൾ നമുക്ക് 3 തിരിച്ചു പഠിക്കാം. ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 3 ഭാഗങ്ങളായി നമുക്ക് തിരിച്ചു പഠിക്കാം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, 1 to 7, ചർച്ച് ഇൻ ജെറുസലേം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സഭ യെരുശലേമിൽ. 8, 9 അധ്യായങ്ങളാണ് രണ്ടാം ഭാഗം. 8ഉം 9ഉം അധ്യായങ്ങളിൽ ചർച്ച് ഇൻ ജൂദിയ ആൻഡ് സമാരിയ, സഭ യഹൂദ്യയിലും ശമര്യയിലും. 10 മുതൽ 10ാം അധ്യായത്തിൽ നമുക്കൊരു വലിയ ചേഞ്ച് കാണുന്നുണ്ട്. കൊർന്നല്യോസിന്റെ ഒക്കെ മാനസാന്തരവും വിജാതീയ ഇടപെടലും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ ചർച്ച് ഇൻ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത്, സഭ ലോകത്തിന്റെ അറ്റത്തും. സഭ ലോകത്തിന്റെ അറ്റത്തും. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യും. ഇനി 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പൊ അങ്ങനെ തിരിക്കുകയാണെങ്കിൽ 1 to 12, 1 മുതൽ 12 വരെ പത്രോസിന്റെ ശുശ്രൂഷ, 13 മുതൽ 28 വരെ പൗലോസിന്റെ ശുശ്രൂഷ. അങ്ങനെ നമുക്ക് ഈ പുസ്തകത്തെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി 28 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയ സംഗ്രഹം ഞാനൊന്ന് പറയാം. ഞാനിതിന്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ റഫായിട്ട് എഴുതി നോക്കിയാൽ മതി. 1-ാമത്തെ അധ്യായം യേശു ക്രിസ്തുവിന്റെ ഉൽപ്രാവണം അല്ലെങ്കിൽ സ്വർഗാരോഹണം. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള അവരോഹണം, ഇറങ്ങിവരവ്. ആരോഹണം കയറിപ്പോക്ക്, അവരോഹണം ഇറങ്ങിവരവ്. മൂന്നാം അധ്യായം മുടന്തനായ മനുഷ്യന്റെ സൗഖ്യം. മൂന്നാം അധ്യായം മുടന്തനായ മനുഷ്യന്റെ സൗഖ്യം. അധ്യായം 4 പത്രോസിന്റെ പ്രസംഗവും തുടർന്നുള്ള പീഡയും. അഞ്ചാം അധ്യായത്തിൽ അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം. അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം. ആറാം അധ്യായത്തിൽ ശുശ്രൂഷകന്മാരുടെ അല്ലെങ്കിൽ ഡീക്കൻസ് ശുശ്രൂഷകന്മാരുടെ തിരഞ്ഞെടുപ്പ്. ഏഴാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗം.
രക്തസാക്ഷി. ഏഴാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗവും രക്തസാക്ഷിത്വവും. എട്ടാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയിൽ. ഫിലിപ്പോസ് ശമരിയിൽ. ഇവിടെ പറയുന്ന ഫിലിപ്പോസ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഫിലിപ്പോസ് അല്ല, അത് ഡീക്കന്മാരിൽ ഒരാളായ ഫിലിപ്പോസ്. ഒമ്പതാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരം. ഒമ്പതാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരം. പത്താം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ മാനസാന്തരം. പതിനൊന്നാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭ. ചർച്ച് അറ്റ് ആന്റിയോക്ക്, അന്ത്യോക്യയിലെ സഭ. പന്ത്രണ്ടാം അധ്യായം പത്രോസിന്റെ അറസ്റ്റും വിടുതലും. പത്രോസിന്റെ അറസ്റ്റും വിടുതലും. പതിമൂന്ന് മുതൽ 14 വരെയുള്ള അധ്യായം. 13 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 13 മുതൽ 15 വരെ എന്ന് പറഞ്ഞായിരുന്നു. അത് 15 വരെയാണ് ഒന്നാം മിഷണറി യാത്ര എന്ന് നമുക്ക് പൊതുവെ പറയാം. എന്നാൽ 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ, അതാണ് 15-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. ജെറുസലേം കൗൺസിൽ, സഭയുടെ ഒന്നാമത്തെ കൗൺസിലാണ് യെരുശലേം കൗൺസിൽ. അപ്പം അതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. 16 മുതൽ 18 വരെ രണ്ടാം മിഷണറി യാത്ര. പത്തൊമ്പത് മുതൽ 22 വരെ. മൂന്നാം മിഷണറി യാത്ര. മൂന്നാം മിഷണറി യാത്ര 23 മുതൽ 28 വരെ. പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയും തടവും. പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയും തടവും. സോ ഈ പുസ്തകത്തിന്റെ മുഴുവൻ വിഷയങ്ങളും സാറേ, പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയും തടവ് ശിക്ഷയും, തടവറ വാസം, ഇംപ്രിസൺമെന്റ്, തടവ്. പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും പെട്ടെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിൽ ആണ് വിഷയങ്ങൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്നാം അധ്യായം കർത്താവിന്റെ സ്വർഗാരോഹണം, രണ്ടാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ ആഗമനം,
പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിന്റെ തെളിവായി മുടന്തന്റെ സൗഖ്യം നടക്കുന്നു. പിന്നീട് 4-ാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ അതിനുശേഷം അദ്ദേഹത്തിന് ഉപദ്രവം ഉണ്ടാകുന്നു, പീഡനം അനുഭവിക്കുന്നു. 5-ാം അധ്യായം നമുക്കറിയാം അനന്യാസിന്റെയും സഫീറയുടെയും അനുഭവം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ആന്തരികമായ ആഭ്യന്തരമായ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് സഭയിൽ ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നു. അതാണ് ശുശ്രൂഷകന്മാരുടെ തെരഞ്ഞെടുപ്പ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ്, ഈ ഡീക്കന്മാരിൽ ഒരാളായ സ്തേഫാനോസ്, ആ ഡീക്കന്മാരുടെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില ആളുകൾ ചില രംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസും സ്തേഫാനോസും ഒക്കെ അവരെ 7 പേരെ തിരഞ്ഞെടുത്തിരുന്നു, 7 ഡീക്കൻസ്. പക്ഷെങ്കിൽ ചില ആളുകളുടെ ശുശ്രൂഷ അവിടം കൊണ്ട് ഒതുങ്ങുകയല്ല, അവരെ കുറച്ചും കൂടെ വിശാലമായ വേലസ്ഥലങ്ങളിലേക്ക് കർത്താവ് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ സ്തേഫാനോസിന്റെ പ്രസംഗം മൂലം ഭയങ്കരമായ പീഡനം ഉണ്ടായി, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നു. അവിടെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശൗലാണ്. ശൗല് സെനദ്രീം സംഘത്തിന്റെ, ന്യായാധിപ സംഘത്തിന്റെ അംഗമായിരുന്നു. ന്യായാധിപ സംഘത്തിലെ അംഗത്തിന് വളരെയധികം അവകാശങ്ങളുള്ള വ്യക്തിയാണ്. MP എന്നൊക്കെ പറയുന്നത്, പാർലമെന്റ് അംഗം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വലിയ സ്ഥാനം യഹൂദ മതത്തിലുണ്ട്. അപ്പം ശൗലിനും സമ്മതമായിരുന്നു ഇവനെ എറിയുവാൻ വേണ്ടി, ശൗലിനും കൊല്ലുവാൻ സമ്മതമായിരുന്നു എന്ന് പറയുന്നത്, സമ്മതം കൊടുക്കുവാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശൗലിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ കാണാം. ആ ഒരു പീഡനം മൂലം എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഫിലിപ്പോസ് ശമര്യയിൽ ചെന്നു. അവിടെ ശമര്യയിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് ഒരുപാട് ആളുകൾ കർത്താവിലേക്ക് വരികയും ശമര്യയിൽ വലിയ ഉണർവുണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പീഡനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ശൗലുമായിട്ടുള്ള കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. ഒരു വലിയ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ് ശൗലിന്. അങ്ങനെ ശൗല് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ, പണ്ഡിതനായ മനുഷ്യൻ, പരീശൻ, അതുപോലെ യഹൂദ മതത്തിൽ അത്യന്തം എരിവോടെ നിന്നിരുന്ന മനുഷ്യൻ സഭയെ മുടിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങി. അപ്പം അത്രത്തോളം അധികാരം മേടിച്ചുകൊണ്ട് വന്ന് സഭയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിരുന്ന ശൗലിന്റെ അത്ഭുതകരമായ മാനസാന്തരം 9-ാം അധ്യായത്തിൽ. 10-ാം അധ്യായം മുതൽ ഒരു വലിയ വ്യതിയാനമാണ് ഉണ്ടാകുന്നത്. സഭയിൽ ജാതീയമായ അല്ലെങ്കിൽ വിജാതീയരായ ആളുകളുടെ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അതിന്റെ സാക്ഷ്യമായിട്ട് കൊർന്നല്യോസ് എന്ന റോമക്കാരൻ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുന്നു. അവിടെ കൊർന്നല്യോസിനെ കുറിച്ച് പറയുമ്പോൾ ഭക്തിയോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അവരെ ഇങ്ങനെയുള്ള ആളുകളെ പറയുന്ന ഒരു പേരാണ് പ്രോസലൈറ്റിസ് എന്ന് പറഞ്ഞാൽ അന്യ മതങ്ങളിൽ നിന്നും യഹോവയായ ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് വന്ന് ഭക്തിയോടെ ജീവിച്ചു വന്ന അന്യമതസ്ഥരായ ആളുകളെയാണ് പ്രോസലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രോസലൈറ്റിസ് സ്നാനം ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. ദൂരസ്ഥരായ ആളുകൾ എന്നാണ് അതിന്റെ ഈ ദൂരസ്ഥരായ എന്നുള്ള ഒരു പ്രയോഗമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സ്നാനം കൊടുത്തിരുന്നു. അപ്പം അങ്ങനെ യഹൂദമതത്തിൽ വളരെയധികം ഭക്തിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ഭക്തിയോടെ ജീവിച്ചാൽ മാത്രം ദൈവരാജ്യത്തിന്റെ അംഗമാവുകയില്ല. അതുകൊണ്ട് അവർ പ്രത്യേക ദർശനത്തിലൂടെ പത്രോസിനെ അയക്കുകയും അവനവിടെ സുവിശേഷം കേൾക്കുകയും സുവിശേഷം കേട്ടപ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായത് കണ്ടപ്പോൾ അവരെ സ്നാനപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ കഴിയാതെ വന്നു. അപ്പം നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ ചിലയിടങ്ങളിൽ രക്ഷാനിർണയം പ്രാപിച്ച കർത്താവിനെ സ്വീകരിച്ച വ്യക്തികളില് സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടായി ചിലയിടങ്ങളിൽ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവരെ കർത്താവ് അവരുടെ രക്ഷയെ അംഗീകരിച്ചു എന്ന് യഹൂദ മതാനുസാരികളായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതുപോലെ ഇവരുടെ മേലും പകർന്നു എങ്കിൽ ഇവർക്ക് സ്നാനം കൊടുക്കാതിരിക്കുവാൻ, സ്നാനം വിലക്കുവാൻ ആർക്ക് കഴിയും? മാനുഷികമായ എല്ലാ
ചോദ്യങ്ങളെയും ഇല്ലാതാക്കുന്നതായിരുന്നു ദൈവത്തിന്റെ ആ ഒരു വലിയ പ്രവൃത്തി. അപ്പം ചിലയിടങ്ങളിൽ അങ്ങനെയാണ്. ചിലയിടങ്ങളിൽ സ്നാനപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് വ്യത്യസ്തമായ പശ്ചാത്തലം ഓരോ സംഭവത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊർന്നല്യോസിന്റെ മാനസാന്തരത്തിന് ശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭ വിജാതീയ ലോകത്തിൽ വളരുകയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചരിത്ര സംഭവങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം അവയെ ക്രമമായി രേഖപ്പെടുത്തുവാൻ എനിക്ക് ഉചിതമെന്ന് തോന്നി എന്ന് ലൂക്കോസ് പറയുമ്പോൾ, ലൂക്കോസ് വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളെ കാലഗണനയ്ക്കനുസരിച്ച് രേഖപ്പെടുത്തി പോകുമ്പോൾ അവിടെ അതിനുപരിയായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചിതറിപ്പോയ ആളുകൾ അന്ത്യോക്യയിലോളം ചെന്നിട്ട് അവർ യഹൂദന്മാരോട് മാത്രം സുവിശേഷം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് അതിന് കഴിയാതെ വന്ന് അവർ യവനന്മാരോടും സുവിശേഷം പറഞ്ഞു. യവനന്മാരിൽ വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ വന്ന ആളുകളും കുറച്ച് യഹൂദന്മാരും എല്ലാം കൂടെ ചേർന്ന് അന്ത്യോക്യയിൽ ഒരു സഭ രൂപപ്പെടുന്നതാണ് 11-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ പത്രോസിന്റെ പിന്നീടുണ്ടാകുന്ന അറസ്റ്റ്, അവന്റെ വിടുതൽ, പ്രാർത്ഥനയുടെ ശക്തി, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭയെ കേന്ദ്രീകരിക്കുകയാണ്. യെരുശലേമിൽ അന്ന് പിതാക്കന്മാരുണ്ട്, അന്ന് അപ്പോസ്തലന്മാരുണ്ട് അവിടെ. പക്ഷെ അപ്പോസ്തലന്മാരുടെ ആ ഒരു ശ്രദ്ധയിൽ നിന്നും യെരുശലേമിലെ സഭയിൽ നിന്നും ചരിത്രത്തിന്റെ ഗതി സമ്പൂർണമായും എങ്ങോട്ട് മാറുന്നു? അന്ത്യോക്യയിലേക്ക് മാറും. അന്ത്യോക്യയിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല, സഭ വിജാതീയ ലോകത്തിൽ ശക്തിയോടെ വളരുന്ന കാഴ്ചയാണ് പിന്നീട് ലൂക്കോസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മതവിഭാഗത്തിലോ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥലത്തോ മാത്രം ഒതുങ്ങി നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലും പ്രവൃത്തിയും മനുഷ്യ ജീവിതങ്ങളെ, വ്യത്യസ്ത അനുഭവങ്ങളിലുള്ളവരെ രൂപാന്തരപ്പെടുത്തി സഭ വളരുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ 13-ാം അധ്യായം മുതൽ കാണുന്നത്. അതപ്പോൾ 13-ാമത്തെ അധ്യായം മുതൽ 3 മിഷണറി യാത്രകളും ഒരു കൗൺസിലും ആണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പൊ 13 മുതൽ 15 വരെ അല്ലെങ്കിൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ 1-ാമത്തെ മിഷണറി യാത്ര, അതിനുശേഷം അന്ത്യോക്യയിലെ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് 15-ാമത്തെ അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഭാഗം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ ഇപ്പം വിശദീകരിക്കുന്നില്ല. അപ്പം 15-ാം അധ്യായത്തിൽ സഭയുടെ 1-ാമത്തെ കൗൺസിൽ കൂടുന്നു. 16-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പൗലോസ് മിഷണറി യാത്ര ആരംഭിക്കുന്നു. 18-ാമത്തെ അധ്യായത്തോടു കൂടി 2-ാമത്തെ മിഷണറി യാത്ര അവസാനിക്കുന്നു. പിന്നീട് 3-ാമത്തെ മിഷണറി യാത്ര 19 മുതലുള്ള അധ്യായങ്ങളിൽ വീണ്ടും കാണും. 22-ാമത്തെ അധ്യായത്തോടു കൂടി 3-ാമത്തെ മിഷണറി യാത്ര അവസാനിക്കുന്നു. അതിനുശേഷം പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 23 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു കുറ്റവാളിയെ രാജ്യ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ്. നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു കുറ്റവാളിയെ കൊണ്ട് പോവുകയാണ്. ആ കുറ്റവാളിയെ കൊണ്ട് പോകുമ്പോൾ അവിടെ കുറ്റവാളികളും തടവുകാരുമായ കുറച്ച് 100-300 പേരും കൂടെ ഉണ്ട് കൂടെ. അപ്പൊ തടവുകാരെ എല്ലാവരെയും കൂടെ റോമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കപ്പലാണ്. അപ്പൊ ഭയങ്കരമായ സുരക്ഷ ഉണ്ടായിരിക്കും. അങ്ങനെ ഭയങ്കരമായ സുരക്ഷയുള്ള റോമൻ അധികാരികളും ഓഫീസർമാരും ഒക്കെ ഉള്ള ഒരു കപ്പൽ യാത്രയാണ് ഈ 23-ാം അധ്യായം മുതൽ നാം കാണുന്നത്. പായ്ക്കപ്പലാണ്, കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് ഇത് പോകുന്നത്. പക്ഷെ ആ കപ്പൽ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്ത യാത്രയായി നമുക്ക് കാണാം. അത് മാത്രമല്ല, അവിടെയും ആ കപ്പൽ ഛേദവും അതിനുശേഷമുള്ള യാത്രയും ദൈവത്തിന്റെ ഇടപെടലുകളും എല്ലാം വളരെ സസൂക്ഷ്മമായി അവിടെ കാണുന്നു. അപ്പൊ പൗലോസിന്റെ കമ്മിറ്റ്മെന്റ് നമുക്ക് അവിടെ കാണാം. പൗലോസ് സർവസമ്മതനാകുന്നു. പൗലോസിനെ അധികാരികൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. അപ്പോൾ അങ്ങനെ ആ പെരുമാറ്റവും ആ രീതിയും എല്ലാം കൊണ്ടാണ് റോമിൽ ചെന്ന ശേഷം ഒരുപക്ഷെങ്കിൽ ഈ തടവുകാരെ കൊണ്ടുവന്ന റോമൻ സൈന്യാധിപൻ ചക്രവർത്തിയോടോ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്മാരോടോ ഈ പൗലോസിനെ കുറിച്ച് വളരെ നല്ല സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വളരെ സ്വതന്ത്രമായ ഒരു തടവറയിലേക്ക് ആക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിചാരണയിൽ അദ്ദേഹത്തിന് എതിര് പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറ്റം
തെളിയിക്കത്തക്ക രീതിയിലുള്ള സാക്ഷ്യം പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അനുകൂലമായിട്ട് റോമൻ സൈന്യത്തിലുള്ള ആളുകൾ പോലും വളരെ അനുകൂലമായിട്ട് വാദിക്കുകയോ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് പൗലോസിനെ ഒന്നാമത്തെ തടവിൽ നിന്നും മോചിക്കുന്നത്. അപ്പൊ ആ മോചനത്തിന്റെ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പൗലോസ് 28-ാം അധ്യായത്തിൽ തടവറയിൽ കഴിയുന്ന ആ ഒരു സംഭവം കൊണ്ട് ലൂക്കോസ് അവിടെ എഴുതി അവസാനിപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. 1-ാം അധ്യായം മുതൽ ഉള്ള ആ ഒരു സഭയുടെ ഉത്ഭവവും വികാസവും അതിന്റെ വളർച്ചയും അതിന്റെ ഉപദേശപരമായ നിലപാടുകളും രാഷ്ട്രത്തിൽ അതിനുള്ള സ്ഥാനവും അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും എങ്ങനെയാണ് കർത്താവിനാലും പരിശുദ്ധാത്മാവിനാലും ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വലിയ ചിത്രം നമുക്ക് ഈ 28 അധ്യായങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ഇനിയും പഠിക്കുവാനായിട്ട് പ്രവേശിക്കുന്നത് 13-ാമത്തെ അധ്യായം മുതലാണ്. അപ്പൊ 13-ാമത്തെ അധ്യായം മുതൽ ഒരു വലിയ സാഹസികമായ യാത്രയുടെ, സുവിശേഷ യാത്രയുടെ ചരിത്രമാണ് അവിടെ പറയുന്നത്. ഇതൊരു യാത്രാ വിവരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും ഈ യാത്രാ വിവരണത്തിൽ പറയുന്ന അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവസഭയ്ക്കും ദൈവത്തിന്റെ വേലക്കാർക്കും വളരെയധികം ഉത്തേജനം പകരുന്നതും അവരുടെ ശുശ്രൂഷ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആലോചനകളും സമീപന രീതികളും തത്വങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പൊ അന്ത്യോക്യയിലെ സഭയിലേക്കാണ് നാം ഇനി പോകുന്നത്. അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പീഡനം മൂലം ഓടിപ്പോയിട്ടുള്ള ആളുകൾ സുവിശേഷം പറഞ്ഞ് അവിടെ കർത്താവിലേക്ക് വന്ന ആളുകളുടെ ഒരു കൂട്ടമാണ്. അത് യഹൂദ സമൂഹവുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, അപ്പോസ്തലന്മാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവര് അങ്ങനെ ആ സഭ അവിടെ രൂപീകൃതമാകുന്നു. ആ സഭ രൂപീകൃതമായതിനു ശേഷം അവിടെ വലിയ ഉണർവും നടക്കുന്നു എന്നുള്ള വസ്തുത യെരുശലേമിൽ അറിഞ്ഞു. യെരുശലേമിലെ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഈ വിവരം അറിഞ്ഞപ്പോൾ അവര് അവിടേക്ക് ഒരു വ്യക്തിയെ പറഞ്ഞയക്കുന്നു. യെരുശലേമിലെ സഭയുടെ ചെവിയിൽ ഈ വർത്തമാനം എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അപ്പൊ ബർന്നബാസ് കുപ്രോസ് ദ്വീപുകാരനായ ഒരു യഹൂദനാണ്, വളരെ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സഭയുടെ വസ്തുതകളെ അറിയുവാനും സത്യസന്ധമായ റിപ്പോർട്ടുകൾ ലഭിക്കുവാനും അയക്കപ്പെടുവാൻ യോഗ്യനായ, ഒരു സഭയെ പരിശോധിക്കുവാൻ, ഒരു സംഭവത്തെ പരിശോധിക്കുവാൻ അയക്കപ്പെടുവാൻ യോഗ്യനായിരുന്നു ഈ ബർന്നബാസ്. അങ്ങനെ ബർന്നബാസിനെ എവിടേക്ക് അയക്കുന്നു? ബർന്നബാസ് അന്ത്യോക്യയിൽ എത്തിയപ്പോൾ അവൻ അവിടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 11-ാം അധ്യായത്തിന്റെ 20, 21, 22 വാക്യം ആ ഭാഗമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി അവരെ പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. അപ്പം പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ വ്യക്തികളെയാണ് സഭയുടെ മേൽനോട്ടത്തിന് വേണ്ടി അയക്കപ്പെടേണ്ടത്. സഭയുടെ കാര്യങ്ങൾ നോക്കേണ്ടവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരിക്കണം എന്നുള്ള ഒരു സന്ദേശവും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഈ മാരാമൺ കൺവെൻഷൻ വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ കുറെ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വരുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരിക്കണം സഭയെ നയിക്കുവാനും സഭയെ പരിശോധിക്കുവാനും ഒക്കെ പോകേണ്ടതെന്ന് പറയുമ്പോൾ, ഇപ്പൊ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്തയാണ് ഈ മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയാണ്. നിങ്ങള് യൂട്യൂബിലെ വല്ലതും ആ പ്രസംഗം ഒന്ന് കേട്ട് നോക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അവിടെ കൺവെൻഷന് കൂടുവാൻ വന്ന ആളുകൾ വളരെ ആവേശത്തോടു കൂടി ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വീട്ടിൽ പോയി ഈ വർഷം ഒരു തെങ്ങ് നടണം, എന്നിട്ട് അത് വളർന്നു കഴിയുമ്പോൾ അതിന്റെ ഓല ഇവിടെ കൊണ്ടുവന്നിട്ട് പന്തലിടാൻ വേണ്ടി കൊടുക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പാലക്കാട്ട് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി ബ്രൂവറി ഗവൺമെന്റ് ഉണ്ടാക്കുന്നു, അത് ഭയങ്കര ദോഷം ചെയ്യും.
ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വചനത്തിൽ നിന്ന് യാതൊരു കാര്യവും പറയാതെ, ദൈവാലോചന യാതൊന്നും ആ ജനത്തിന് കൊടുക്കാതെ അദ്ദേഹം ലോക കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസംഗം പോലെ പ്രസംഗിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന മെത്രാപ്പൊലീത്തമാരൊക്കെ വചനത്തിൽ നിന്ന് പറയുമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അംഗീകരിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാലും അവരൊക്കെ വളരെ ദൈവവചനമൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഇപ്പൊ WCCയുടെ ജനറൽ സെക്രട്ടറി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹമൊക്കെ നല്ലവണ്ണം ബൈബിൾ ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും. ഞാൻ പറഞ്ഞത്, സഭയെ നയിക്കുന്ന ആളുകൾ വചനത്തിന്റെ ദർശനമുള്ളവർ അല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും വിശ്വാസത്താൽ നിറഞ്ഞവരും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ദൈവകൃപയുടെ ഒരു അനുഭവം ഉണ്ടാവത്തില്ല. അപ്പൊ ഇവിടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ച ബർന്നബാസ് യഥാർത്ഥത്തിൽ അവനെ കുറിച്ച് പറയുന്ന അവൻ നല്ലവനായിരുന്നു, പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. അതുകൊണ്ട് വളരെ പുരുഷാരം അവനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അപ്പം അവിടെ നിന്നും അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ള ഒരു വ്യക്തി പൗലോസാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ശൗലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശൗലിനെ തിരവാൻ വേണ്ടി തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയ ശേഷം അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പം വിജാതിയരുടെ ഇടയിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാനും അവരെ വളർത്തിക്കൊണ്ടുവരുവാനും കഴിവുള്ള വ്യക്തി പൗലോസാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉള്ള സ്ഥാനത്ത്, കാരണം ഈ പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ മിഷണറി യാത്രയ്ക്ക് ആരംഭിക്കുന്നത് 10-12 വർഷത്തിന് ശേഷമാണ് യെരുശലേമിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ താന് ചില ഇടങ്ങളിലൊക്കെ കർത്താവിനെ സാക്ഷീകരിച്ചെങ്കിലും തനിക്ക് മറ്റു പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നു. ഗലാത്യലേഖനം വായിക്കുമ്പോൾ 3 വർഷത്തേക്ക് താൻ അറേബ്യ മരുഭൂമിയിൽ പോയി മുട്ടുമേൽ നിന്ന് കർത്താവിങ്കിൽ നിന്ന് വലിയ വെളിപ്പാടുകളും ആലോചനകളും ഒക്കെ പ്രാപിച്ചു. ഞാൻ പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാതെ, മാനുഷികമായിട്ടുള്ള ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കേണ്ടതിന് ഞാൻ അറേബ്യയിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ താൻ കർത്താവിങ്കിൽ നിന്ന് വചനവും വെളിപ്പാടും പ്രാപിച്ച് പലയിടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം താൻ യെരുശലേമിലേക്ക് പോയി, പിന്നീട് തർസോസിലേക്ക് പോയി. ഇപ്പോൾ അവനെ തേടി വരികയാണ് ആര്? ബർന്നബാസ് വന്ന് അവനെ വിളിച്ചുകൊണ്ട് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരുന്നു. അവരൊരുമിച്ച് അവിടെ ശുശ്രൂഷ ചെയ്തു. അവർ ഒരു സംവത്സരം മുഴുവൻ, 1 വർഷം മുഴുവനും അവിടെ ടീച്ചിങ്ങും പാസ്റ്ററിങ്ങുമായിട്ടുള്ള മിനിസ്ട്രി അവർ ചെയ്യുകയാണ് ഈ അന്ത്യോക്യയിലെ സഭയിൽ. കാരണം അവരെ വചനത്തിൽ ഉറപ്പിക്കണം, അവരെ വളർത്തിക്കൊണ്ടുവരണം, അവിടെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ ബഹുജനത്തെ അവർ ഉപദേശിച്ചു വന്ന് വരികയാണ്. അപ്പം നമ്മൾ അവിടെ വെച്ചാണ് ഈ അന്ത്യോക്യയിലെ സഭയുടെയാണ് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പേര് വീണതൊക്കെ ഞാൻ പറയുകയുണ്ട്. അപ്പൊ അങ്ങനെ ഈ അന്ത്യോക്യയിലെ സഭയും വളർന്നു വരികയും ആ സമയത്ത് പിന്നെ അവിടെ വെച്ച് ഒരു പ്രവചനം ഉണ്ടാവുകയും, അന്ത്യോക്യയിലെ സഭയിലെ ശുശ്രൂഷയ്ക്കിടയിൽ ഒരു പ്രവചനം ഉണ്ട്. അഗബോസ് എന്ന് പറയുന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്നൊരു പ്രവചനം അവിടെ പറയുന്നു. ആ പ്രവചനം ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്ന ഒരു പ്രവചനം ഹിസ്റ്റോറിക്കലി അത് സംഭവിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചരിത്രപരമായിട്ട് തന്നെ അത് സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ക്ഷാമത്തെക്കുറിച്ച് കേട്ടപ്പോൾ യഹൂദിയയിലെ സഭയെക്കുറിച്ച്, യെരുശലേമിലെ സഭയെക്കുറിച്ച് ഒരു വലിയ ഭാരം അന്ത്യോക്യയിലെ സഭയ്ക്ക് ഉണ്ടാകുകയും, അപ്പൊ അന്ത്യോക്യയിലെ സഭ യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി അവരുടെ ക്ഷാമം ഉണ്ടാകുന്നു, കഷ്ടത ഉണ്ടാകുന്നു, പ്രയാസം വരാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്. അവരെന്ത് ചെയ്തു? അവര് പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവരൊരു കോൺട്രിബ്യൂഷൻ എടുത്ത്, ഒരു സ്വത്രകാഴ്ച എടുത്ത് അവിടെയുള്ള വിശ്വാസികളെയും സഭയെയും സഹായിക്കുവാൻ വേണ്ടി അവര് അത് ശേഖരിച്ചിട്ട്, ധർമ്മശേഖരം എടുത്തിട്ട് അവർ അത് ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ കൊടുത്ത് മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു, എൽഡേഴ്സിന് കൊടുത്തയച്ചു, അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചു. സോ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദർശനമുള്ള ഒരു സഭയായി അന്ത്യോക്യയിലെ സഭ വളർന്നു വരികയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയിൽ അവര് കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് 13-ാം അധ്യായം ആരംഭിക്കുന്നത്.
അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഇപ്പോൾ അന്ത്യോക്യയിലെ സഭയിലുണ്ട്. ബർന്നബാസ് അവിടെയുണ്ട്, ശൗൽ അവിടെയുണ്ട്. അവർ രണ്ടുപേരുമാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത്. ബർന്നബാസ് കുപ്രോസ് ദ്വീപുകാരനായ ഒരു ധനികനായ യഹൂദന് തനിക്കുള്ള സമ്പത്ത് മുഴുവനും അവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട വെച്ചു. പ്രബോധനപുത്രൻ എന്നു പേരുള്ള മനുഷ്യൻ. അപ്പൊ കുപ്രോസ് ദ്വീപുകാരൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം കുപ്രോസ് ദ്വീപ് അന്നത്തെ മധ്യധരണിക്കടലിന്റെ സമീപ പ്രദേശത്തുള്ള ഏറ്റവും ധനികര് താമസിക്കുന്ന സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്. അവിടെയുള്ള ഒരു മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ത്യാഗപൂർണമായി എല്ലാം ത്യജിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നാം കാണുന്നത്. തനിക്കുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും വിറ്റ് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി. അതാണ് ഈ 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത. അതാണ് അങ്ങനെ അത് കണ്ടുകൊണ്ട് വിറ്റ ഈ അനന്യാസിനും സഫീറയും ദൈവത്തിന്റെ വലിയ കോപം വിളിച്ചു വരും. അവരോട് ആരും ആവശ്യപ്പെട്ടില്ല, ബർന്നബാസിനോട് ആവശ്യപ്പെട്ടില്ല. അന്നത്തെ ആ കൂട്ടായ്മയുടെ തീഷ്ണത കൊണ്ട് അവർ ചെയ്തതാണ്. അത് പിന്നീട് അങ്ങനെ ചെയ്യണമെന്ന് അപ്പോസ്തലന്മാർ ഉപദേശിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരും അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ ചെയ്യണമെന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല. പക്ഷെ അവരുടെ ആ വിശ്വാസത്തിന്റെ തീവ്രത കൊണ്ട്, തീഷ്ണത കൊണ്ട്, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവരങ്ങനെ ചെയ്തതാണ്. ആർക്കും മുട്ടുണ്ടാകുവാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്, ആ ദൈവസ്നേഹത്തിൽ നിന്ന് അവരങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യൻ അവിടെയുണ്ട്. പിന്നീട് അവിടെ പറയുന്ന ആളുകളെ നമുക്ക് നോക്കിയാൽ ലൂക്കിയോസ് എന്ന് പറയുന്ന, ഈ പുസ്തകം എഴുതിയ ലൂക്കോസ് അല്ല, ലൂക്കിയോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം കുറേനക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. അതുപോലെ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നീഗർ എന്നും കൂടെ പറയുന്നത് കൊണ്ട്, ശീമോൻ എന്നുള്ളത് യഹൂദ പേരാണ്, നീഗർ എന്ന് പറയുന്നത് റോമൻ പേരാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു ലാറ്റിൻ ജൂ ആയിരിക്കാം, ലാറ്റിൻ ജൂ ആയിരിക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ മനായേൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വളർന്നതാണ്. ഈ മനായേലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഹെരോദാവിന്റെ ഒരു ബന്ധുവും കൂടി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജകൊട്ടാരവുമായി ബന്ധമുള്ള മനായേൽ. പിന്നെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ അവിടെയുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ആ സഭ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു വരും. ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നത്. അപ്പൊ സഭയുടെ ഐക്യം, സഭയുടെ സമർപ്പണം, സഭയുടെ ആരാധന, സഭയുടെ ഉപവാസം, സഭയുടെ പ്രാർത്ഥന, ഇതെല്ലാം ദൈവം കണക്കിടുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഭയോട് ദൈവം സംസാരിക്കുകയും അങ്ങനെയുള്ള ഒരു സഭയിൽ ദൈവത്തിന്റെ ആലോചന അറിയിക്കുക. എന്താ അറിയിച്ചേക്കുന്നത്? ദൈവവേലയ്ക്ക് വേണ്ടി 2 പേരെ ഇവിടെ നിന്ന് അയക്കണം. ദൈവവേലയ്ക്ക് വേണ്ടി 2 പേരെ അയക്കണം. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കുകയും എന്ന് പറഞ്ഞ് ശൗലിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വേർതിരിക്കുവാനായിട്ട് പറയുന്നു. ഇവിടെ ഈ ബർന്നബാസിന്റെ ശ്രേഷ്ഠത ഞാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ ബർന്നബാസിനെയാണ് നമ്മൾ ഇത്രയും ഭാഗം, ഈ 13-ാം അധ്യായത്തിന്റെ ആരംഭം വരെയുള്ള ഭാഗത്തിൽ ശൗലിനെയും ബർന്നബാസിനെയും കുറിച്ച് പറയുന്ന ഭാഗത്ത് ആദ്യം ആരെയാ പറയുന്നതെന്ന് അറിയാമോ? ആദ്യം ബർന്നബാസിനെയാണ് പറയുന്നത്. കാരണം ബർന്നബാസ് ആണ് സഭയിലെ ശ്രേഷ്ഠനായ ആൾ. ബർന്നബാസ് ആണ് ശൗലിനെ കൈത്താങ്ങൽ കൊടുത്ത് കൊണ്ടുവന്നത്. ഒരു പാസ്റ്റൽ മിനിസ്ട്രിക്ക് വേണ്ടി അന്ത്യോക്യയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നത് ബർന്നബാസ് ആണ്. അപ്പൊ ഈ ബർന്നബാസ് ഇങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരിക. അപ്പം 13-ാം അധ്യായത്തിന്റെ ആരംഭം വരെ സഭയുടെയും മിഷന്റെയും ലീഡർ എന്ന് പറയുന്നത് ബർന്നബാസ്. അപ്പൊ ഇപ്പം പറയുന്നു, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുക. അവരെ പ്രാർത്ഥിച്ച് അവരെ എന്ത് ചെയ്തു? അവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചു. അപ്പൊ കൈവെക്കുക എന്ന് പറയുന്നത് ഒരു സഭയുടെ അപ്രൂവല്, അപ്പോസ്തലികമായ ഒരു അപ്രൂവലാണ്. അതായത് പരിശുദ്ധാത്മാവ് വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്ത ആളുകളെ ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഈ കൈവച്ച് അംഗീകാരം കൊടുക്കുകയാണ്. അവരെ അംഗീകാരം കൊടുത്ത് വിടുകയാണ്. അപ്പം ഈ കൈവപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോക്കൽ ചർച്ച് ലീഡേഴ്സിന്റെ ഒരു അനുഗ്രഹവും അംഗീകാരവും. അല്ലാതെ അതിങ്ങനെ പിന്നെ മോശ അവരവന് കൊടുത്തു, അവരവൻ
സക്കറിയാവിന് കൊടുത്തു, സക്കറിയ യേശുവിന് കൊടുത്തു, യേശു പിന്നെ ശ്ലീഹന്മാർക്ക് കൊടുത്തു. അങ്ങനെ ഉള്ള ഒരു കൈവപ്പാണ്. അങ്ങനെയുള്ള കൈവപ്പ് പറയുന്ന ആളുകളുടെയും കൈവപ്പൊക്കെ ചരിത്രത്തിൽ ഒത്തിരി മുറിഞ്ഞു പോയി. അവസാനം കൈവെക്കാൻ ആരും ഇല്ലാതിരുന്നിട്ട് ഇവിടുന്ന് ആട്ടി ഓടിച്ച പിന്നെ തൊഴിയൂർ സഭക്കാരിലെ കുർലോസ് തിരുമേനിയെ വിളിച്ചിട്ട് കൈവപ്പ് കൊടുത്ത ചരിത്രമൊക്കെ ശപിച്ചു വിട്ടതായിരുന്നു. പക്ഷെങ്കിൽ ഒരു അത്യാവശ്യം വന്നപ്പോൾ അവരെ തന്നെ വിളിച്ച് കൈവപ്പ്. അപ്പം ഈ കൈവപ്പ് എന്ന് പറയുന്നത് സഭയുടെ അംഗീകാരം, അത്രയും ദൈവം വിളിച്ച് വേർതിരിച്ചവരെ സഭ അംഗീകരിക്കുന്നു. അതാണ് കൈവപ്പ്. അപ്പൊ അത് ലോക്കൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സഭാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരാണ്. അപ്പം ഒരു സഭയുടെ അധ്യക്ഷൻ കൈവെക്കുക എന്നുള്ളതേ ഉള്ളൂ. കൈവച്ച് അയക്കുക, ഒരു അംഗീകാരത്തോടു കൂടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവുക, ഒരു ഉത്തരവാദിത്വത്തോടുകൂടി പോവുക. അതിനപ്പുറത്തുള്ള പരമ്പരാഗതമായ ഒരു ശ്ലൈഹികതയൊന്നും അതിനകത്ത് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ഉപദേശമൊന്നും പുതിയ നിയമത്തിൽ ഇല്ല. അപ്പൊ കൈവച്ച് അവരെ അയച്ചു. അപ്പൊ ഇതോടുകൂടിയാണ് ഈ സഭയുടെ ചരിത്രം, സുവിശേഷ യാത്രയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പൊ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അന്ത്യോക്യയിലെ സഭ വളരെ പ്രത്യേകതയുള്ള സഭയാണ്. അന്ത്യോക്യയിലെ സഭ അവരെ കർത്താവിലേക്ക് തിരിഞ്ഞ ഒരു കൂട്ടമായിരുന്നു. അവർക്ക് ക്രമമായ സഭായോഗങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അതുപോലെ അവരോടാരും നിർബന്ധിക്കാതെ, ഇന്നത്തെ സഭയുടെ പിരിവുകളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധിച്ചാണ് പിരിക്കുന്നത്, അല്ലേ? അതിന് വേണം, ഇതിന് വേണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് സഭയുടെ പിരിവുകളൊക്കെ നമ്മൾ പലയിടങ്ങളിൽ എടുക്കുന്നത്. ഈ കൺവെൻഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കെട്ടിടം വേണം, നമുക്ക് ഇത് വേണം, അതുകൊണ്ട് നിങ്ങളുടെ അമ്മർത്തുമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഈ സഭയ്ക്കൊരു ആവശ്യം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അന്ത്യോക്യയിലെ സഭയുടെ ഉദവിക്കായിട്ട് പ്രാപ്തി പോലെ കൊടുത്തയച്ചു. അത് അന്ത്യോക്യയിലെ സഭയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സഭയിലെ എല്ലാ സംസ്കാരത്തിലും പെട്ട ആളുകൾ സഭ ഉൾക്കൊണ്ടു, ആ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്, അന്ത്യോക്യൻ ചർച്ചിന്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവരെ പറഞ്ഞയക്കുന്നു. 13-ാമത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാറായി. 13-ാമത്തെ അധ്യായം ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടം ആരംഭിക്കും. അവിടെ പിന്നീടുള്ള യാത്രയിൽ പൗലോസ് ആണ് മിഷണറി യാത്രയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ലൂക്കോസ് പിന്നീട് എഴുതുമ്പോൾ പൗലോസും ബർന്നബാസും എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പൊ ലീഡർഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി. പക്ഷെങ്കിൽ ബർന്നബാസിന് അതിൽ യാതൊരു പരാതിയും. ഇതേപോലെ തന്നെ ഒരു കാര്യം നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരിലും കാണാം. ഞാൻ സൂചിപ്പിച്ചു പോകാം. പത്രോസിനെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നത്, ഞങ്ങൾ മശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് അന്ത്രയോസ്. പക്ഷെങ്കിൽ പിന്നീട് അപ്പോസ്തല സംഘത്തിന്റെ നേതാവായത് പത്രോസ്. അന്ത്രയോസിന് പരാതിയില്ല. അപ്പൊ 2ാം സ്ഥാനം എടുക്കുവാനും കൂടെ സന്നദ്ധനായിരിക്കണം ഒരു ശുശ്രൂഷ. 1ാം സ്ഥാനം മാത്രം ആഗ്രഹിക്കുകയല്ല. 1ാം സ്ഥാനം ആഗ്രഹിക്കുന്നില്ലാത്ത ശൗലിനെ ദൈവം 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരും. 1ാം സ്ഥാനത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത, പരാതിയില്ലാത്ത ബർന്നബാസ് തന്റെ സ്ഥാനത്തിൽ അവൻ തൃപ്തനുമായി. അപ്പൊ ഇത് ലീഡർഷിപ്പ് സംബന്ധിച്ച് നമ്മൾ ഇതുപോലുള്ള ചില പോർഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു സമർപ്പണത്തിന്റെ മനോഭാവം നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. 2ാമത്തെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, സഭ ഭൂമിയുടെ അറ്റത്തോളം വളരുന്ന കാഴ്ച. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മുമ്പോട്ട് പോകുവാൻ തടവറകളും ഉണ്ടായി. സഭ അതിശക്തമായി വളരുന്ന കാഴ്ച. ഈ സുവിശേഷ പര്യടനങ്ങളിൽ, സുവിശേഷ യാത്രകളിൽ, മിഷണറി യാത്രകളിൽ
പൗലോസ് സ്വീകരിച്ച മിഷണറി മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് ഈ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ മിഷണറി യാത്രയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് മിഷണറി യാത്ര നമുക്ക് അടുത്ത ക്ലാസ് മുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. 3 മിഷണറി യാത്രകളും ഒരു കൗൺസിലും കൂടെ പഠിച്ചാൽ മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പല കാര്യങ്ങളും ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്നുകൂടെ മനസ്സിലാക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഒന്നാമത്തെ മിഷണറി യാത്രയുടെ വിശദമായിട്ടുള്ള പഠനം നമുക്ക് നടത്താം. അതുവരെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഫാസ്റ്റർ, ഇവിടെ 13-ാം അധ്യായത്തിനകത്ത് ഈ പോളും ബർണബാസും ആണല്ലോ ആന്ത്യോക്യ സഭ സ്ഥാപിച്ചതെന്ന് പറഞ്ഞേക്കുന്നേ. അവർ രണ്ടുപേരും കൂടെ വർഷത്തോളം ഇരുന്ന് പഠിപ്പിച്ചു, ഉപദേശിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവരെ വേലയ്ക്കായിട്ട് അവരെ വേർതിരിച്ചിട്ട് കൈവച്ചത് മറ്റുള്ളവരല്ലേ. അപ്പം അവരെക്കാൾ ലീഡർഷിപ്പിൽ താഴ്ന്ന ഒരാൾക്ക് ലീഡർഷിപ്പിന് മേളിലുള്ള ഒരാൾക്ക് കൈവപ്പ് ശുശ്രൂഷ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഇപ്പോഴാണ് ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ സഭയുടെ അധ്യക്ഷനും ഡീക്കനും ഈ 2 സ്ഥാനമായിരുന്നു പ്രാരംഭ സമയത്ത് സഭാ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. അതായത് സഭയുടെ മൂപ്പനും ശുശ്രൂഷകൻ. ഈ മൂപ്പൻ എന്ന് പറയുന്നതാണ് അധ്യക്ഷൻ, അതായത് പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം. ആ ശുശ്രൂഷയെ സഹായിക്കുന്ന ഡീക്കൻ എന്ന് പറയുന്ന ഒരു സ്ഥാനവും കൂടിയുണ്ട്, ശുശ്രൂഷകൻ. അതാണ് തിമോഥെയോസ് ലേഖനത്തിൽ അധ്യക്ഷന്റെ കാര്യവും പറയുന്നുണ്ട്, ശുശ്രൂഷകന്റെ കാര്യവും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ശുശ്രൂഷകൻ എന്ന പാസ്റ്റർ ഉദ്ദേശമാണ് പറയുന്നത്. അത് നമ്മൾ അങ്ങനെ അത് വേറൊരു പ്രയോഗം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ സഭയുടെ ഡീക്കൻ എന്ന് പറയുന്ന സഭയുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ 2 സ്ഥാനം. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ സഭ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ മൂപ്പന് എല്ലാ സഭകളിലും എല്ലാ സഭകളിലും മൂപ്പന്മാരെ നിയോഗിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ പല സഭകളിൽ പല മൂപ്പന്മാരെ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയോ ചെയ്തപ്പോൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു അപ്പോസ്തലത്വത്തിന്റെ ഭാഗമായിട്ട് അധ്യക്ഷ സ്ഥാനമുള്ള, അതായത് മെട്രോപൊളിറ്റൻ എന്നൊക്കെ. അപ്പം അത് പട്ടണങ്ങളിലാണെങ്കിൽ മെട്രോപൊളിറ്റൻ എന്ന് പറയും, എല്ലാ സ്ഥലങ്ങളിൽ ബിഷപ്പ് എന്ന് പറയും. അങ്ങനെ 3 സ്ഥാനങ്ങളുണ്ട്. 3 സ്ഥാനങ്ങളുണ്ടായി. അതായത് ബിഷപ്പ്, പാസ്റ്റർ, ഡീക്കൻ, അങ്ങനെയുള്ള 3 സ്ഥാനങ്ങളിലേക്ക് വന്നു. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ആ ഒരു സഭാ സംവിധാനം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കൈവപ്പ് എന്ന് പറയുന്നത്, ഈ കൈവപ്പ് ലഭിച്ച ശേഷമേ കർത്താവിന്റെ വചനം പറയാവൂ എന്ന് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അർത്ഥമില്ല. കാരണം സുവിശേഷ വേലയും കർത്താവിന്റെ ശുശ്രൂഷയും എല്ലാ വിശ്വാസികളും കൂടെ ആ സഭ മുഴുവനായി ചെയ്യുന്ന ഒരു ദൗത്യമായിട്ടാണ് നമ്മുടെ പുതിയ ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഈ സഭയുടെ സ്ഥാപനം നടക്കുന്നത് ചിതറിപ്പോയ സ്തെഫാനോസിന്റെ ഉപദ്രവം മൂലം ചിതറിപ്പോയവർ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടാണ് അന്ത്യോക്യയിലുള്ള ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പം അവിടത്തേക്ക് ആ വിവരം അറിഞ്ഞുകൊണ്ട് ആരയക്കുന്നു? ബർന്നബാസിനെ അപ്പോസ്തലന്മാരാണ് അയക്കുന്നത്. യെരുശലേമിലെ സഭയാണ് ബർന്നബാസിനെ അങ്ങോട്ട് അയക്കുന്നത്. ഈ ബർന്നബാസാണ് ശൗലിനെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടുവരുന്നത്. അപ്പോൾ അത് സഭയുടെ ഒരു വലിയ ഉത്തരവാദിത്വവും അംഗീകാരവും ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ തന്നെ. അപ്പൊ പിന്നീട് ഈ അന്ത്യോക്യയിലെ സഭയിലെ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പ്രവാചകന്മാരും അതെല്ലാം അപ്പോസ്തലന്മാരുടെ അംഗീകാരമുള്ള ശുശ്രൂഷയിൽ ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് ഒരു അധ്യക്ഷൻ കൈവച്ച് വിടുകയല്ല. നമ്മളവിടെ വായിക്കണം, 5-ാമത്തെ അധ്യായം വായിക്കും, 5-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അപ്പൊ ഇത് ഒരാളല്ല, ആ ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും
അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ ഒരുമിച്ചാണ്, എല്ലാവരും കൂടെയാണ് കൈവച്ച് വിടുന്നത്. അപ്പൊ ഇതൊരു ഒരു എന്താണ്, ഒരു മിഷൻ ഇമ്പാർട്ടേഷൻ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ കൈവച്ച് അവനെ ആക്കുന്നത് കൊണ്ട് എന്റെ കൃപകളെല്ലാം അവന് കിട്ടുന്നു, എന്റെ അനുഗ്രഹങ്ങളും എന്റെ ശക്തിയും എല്ലാം അങ്ങനെ ഉള്ള ഒരു ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്ന ആളുകൾ. സോ ദിസ് ഇസ് നോട്ട് ആൻ ഇമ്പാർട്ടേഷൻ, ഇതൊരു അംഗീകാരം. സഭ കൂടെയുണ്ട്. നിന്നെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ഞങ്ങൾ നിങ്ങളെ അയക്കുവാൻ അനുവാദം തരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൈത്താങ്ങൾ തരുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടുള്ള ഒരു നിയോഗമാണ്. ഒരു നിയോഗം എന്നുള്ളതേ ഉള്ളൂ. അത് ഒരാളല്ല ചെയ്യുന്നത്. അപ്പം പിന്നീട് പൗലോസ് പോയിട്ട്, ഒന്നാം മിഷണറി യാത്ര നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് കുറെ ഇടങ്ങളിൽ യാത്ര ചെയ്ത് അവിടെയൊക്കെ കൂടിവരെ ഉണ്ടായ ശേഷം രണ്ടാമത് അവിടെ ആ ഒന്നാം യാത്രയിൽ തന്നെ 2 പ്രാവശ്യം സഞ്ചരിച്ചു. അവിടെ ചെന്നിട്ട് സഭയിൽ മൂപ്പന്മാരെ നിയമിച്ചു. എങ്ങനെ നിയമിച്ചു? ആ സഭയിലുള്ള ദൈവകൃപയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അവന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരെ വേർതിരിച്ച് അവനെ ആ സഭയുടെ മൂപ്പനാക്കി നിയോഗിക്കുക. അങ്ങനെയാണ് സഭകൾ തോറും മൂപ്പന്മാരെ നിയമിച്ചു വന്നത്. അപ്പം ഇത് കൈവെക്കുവാൻ അധികാരമുള്ള ദൈവകൃപയുള്ള ഒരു